ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിടെ ആക്കിയതിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. തീർച്ചയായും പല സഭകളിലുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ദൈവവചനം കേൾക്കുവാനുള്ള ആഗ്രഹത്തോടും തീർച്ചയായും എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് വന്നിരിക്കുന്നതെന്നും എനിക്കറിയാം. ഒരുപക്ഷെ ദൈവവചനം കേൾക്കുക എന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്നോടുള്ള സ്നേഹത്തെയും ഞാൻ പ്രത്യേകിച്ച് ദൈവദാസന്മാർ പല സഭകളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടല്ലോ, അവരുടെ ആ സ്നേഹത്തെ ഞാൻ തീർച്ചയായിട്ടും വിലമതിക്കുന്നു. നമ്മൾ ഈ 3 ദിവസങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഐക്യത്തിൽ ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് പഠിക്കാനായിട്ട് ദൈവം കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. ഞാൻ പണ്ടൊക്കെ കുറേ കൂടെ കേരളത്തിൽ കൂടുതൽ സമയങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്ക് പോകുവാൻ കർത്താവിനെ നിയോഗിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി. അതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്യാതെയാണ് പലപ്പോഴും കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ 37 വർഷമായി കർത്താവിനെ സ്വീകരിച്ചിട്ട് 35 വർഷമായിട്ടെങ്കിലും ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് അല്പം അഹങ്കാരമോ അഭിമാനമോ ഇച്ചിരി കൂട്ടി പറഞ്ഞാൽ അഹങ്കാരമോ ഉള്ളൂ. ഐ വാസ് നെവർ ഡിസൊബീഡിയൻറ്റ് ടു ദി ഹെവൻലി കോൾ. കർത്താവിൻ്റെ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ, പോളം വാസ്തവത്തിൽ പറയുന്നതാണ്, സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ അനുസരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ എനിക്ക് വാസ്തവത്തിൽ പുകഴുവാനായിട്ട് എൻ്റെ ജീവിതത്തിലുള്ളൂ. ദൈവത്തിന് അനുസരണം കാണിക്കാൻ എൻ്റെ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ കൂടുതൽ സമയം ഇപ്പോൾ ആഫ്രിക്കയിൽ സമയം സ്പെൻഡ് ചെയ്യുകയാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ പലപ്പോഴും ശുശ്രൂഷിക്കുന്നത്. എന്നാൽ ആത്മീയമായി വളരെ ദാഹം അവർക്കുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാൽ മലയാളികളായ ആളുകളോടുള്ള എൻ്റെ സ്നേഹം അല്ലെങ്കിൽ അവരോടുള്ള ഉത്തരവാദിത്വം ഒരിക്കലും മറന്നു പോകരുത് എന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ഞാൻ ഒരു വേദഭാഗം ഈ 3 ദിവസത്തെ പഠനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നൊരു വേദഭാഗം. ഇതൊരു തുറമാനമായ പഠനം എന്ന നിലയിൽ എല്ലാ ദിവസങ്ങളിലും എല്ലാ മീറ്റിങ്ങുകളിലും ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ പ്രയോജനമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ 3 ദിവസത്തെ പഠനത്തിന് ഉതകുന്ന നിലയിലൊരു ബേസിക് ടെക്സ്റ്റ് എന്ന നിലയിൽ ഒരു വേദഭാഗം വായിക്കാൻ ഉദ്ദേശിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരയണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരുകളോടുകൂടിയ ഒരു ചെറിയ മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. നമുക്കൊക്കെ കേട്ടിട്ടുള്ളൊരു വേദഭാഗമാണ്, അറിയാവുന്ന വേദഭാഗമാണ്. അതിനകത്ത് 9-ാമത്തെ വാക്യം കുറച്ചുകൂടെ കൃത്യമായിട്ട് ഞാൻ എടുക്കുകയാണ്. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണും.
വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഹോൾഡ് നൗ ഐ പെർസീവ് ദിസ് മാൻ ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. നൗ ഐ പെർസീവ്, ഇപ്പോൾ ഞാൻ കാണുന്നു എന്നാണ്. ഞാൻ കാണുന്നത് മാത്രമല്ല, എന്താണ്, ഇപ്പോൾ ഞാൻ കാണുന്നു. എന്ത് കാണുന്നു? ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാണുന്നു എന്നുള്ളതല്ല, ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. ബാക്കിയുള്ള ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു ആഡ്ജക്റ്റീവ് നമ്മൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്ക് സന്തോഷമായിരിക്കും ഇയാളൊരു വിശുദ്ധനായ മനുഷ്യനാണെന്ന് പറയുന്നത്, ഇല്ലേ? അത്രയും സന്തോഷം നമുക്ക് വേറെ ഒരു കാര്യത്തിനും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ കാര്യത്തിന് കാണുന്നവരുണ്ടായിരിക്കാം, പക്ഷേ നോർമൽ കേസിൽ ഒരുമാതിരി നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളെ ഒരാൾ എങ്ങനെ കാണണമെന്നാണ്? വിശുദ്ധനായ ഒരാളായിട്ട് കാണണമെന്നാണ്. അല്ലാതെ അയാൾ ഒരു ദുഷ്ടനാണ്, അശുദ്ധനാണ്, അയാളുടെ അടുത്ത് എന്നാരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്ത്? വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് എന്നെക്കുറിച്ച് കേൾക്കണം എന്നുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരാൾ വിശുദ്ധനാണെന്ന് എങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഞാൻ ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാൾ വിശുദ്ധനാണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് എനിക്കറിയാൻ കഴിയുന്നത്? ഒരാളുടെ വേഷം കണ്ടത് നമുക്കറിയാമല്ലോ. കഥകളി കാണുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം അതറിയാൻ വയ്യാത്തവർക്ക് അത് വലിയ പ്രയാസമാണ്. പക്ഷെ കഥകളിയിൽ പല വേഷങ്ങളുണ്ട്. വേഷങ്ങൾ എന്ന് പറയുമ്പോൾ പച്ച, ചുവപ്പ്, കത്തി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വേഷങ്ങളുണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്താണെന്നറിയാൻ അയാൾ ഇട്ടിരിക്കുന്ന വേഷം നോക്കിയാൽ മതി. അയാൾ പച്ചയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇയാളൊരു നല്ല ക്യാരക്ടറാണ്, നല്ലൊരു മനുഷ്യനാണ്. കത്തി വേഷമാണെങ്കിൽ അതിനകത്തെ വില്ലനാണ്. ചുവപ്പാണെങ്കിൽ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. എനിക്ക് എല്ലാം ഒന്നും അറിയത്തില്ല. പക്ഷേ വേഷം, കഥകളിയിൽ ഇങ്ങനെ വേഷം നോക്കിയിട്ട് ഒരാളെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ജീവിതത്തിൽ അത് പറ്റത്തില്ല. ജീവിതത്തിൽ നല്ല മനുഷ്യരെല്ലാം പച്ച കുത്തിക്കൊണ്ടൊന്നുമല്ലോ നടക്കുന്നത്, അല്ലെങ്കിൽ പച്ച മുഖത്തടിച്ചുകൊണ്ടൊന്നുമല്ലല്ലോ നടക്കുന്നത്, ആണോ? നല്ല മനുഷ്യരെല്ലാം പച്ച ദേഹത്ത് കുത്തി അല്ലെങ്കിൽ മുഖത്ത് പുരട്ടിക്കൊണ്ടും മറ്റുള്ളവരെല്ലാം കത്തി വേഷമായിട്ട് നടക്കുകയായിരുന്നെങ്കിൽ വേണ്ടുകയില്ല. പക്ഷേ ഇപ്പോൾ വന്നു എന്നുള്ള പ്രശ്നം എല്ലാവരും പച്ച കുത്തുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് ടാറ്റുവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ എന്താ, ഒരു പച്ച വേഷമാണ്, വലിയ കുഴപ്പമില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആളുകളെല്ലാം നടക്കുന്നത്. പക്ഷെ അടുക്കുമ്പോഴാണ് അറിയുന്നത് എന്ത്, ഈ പുറമേ ഉള്ള വേഷമൊന്നുമല്ല അകത്തിരിക്കുന്നതെന്ന്. അപ്പോൾ പുറമേ പച്ചയും ഉള്ളിൽ കത്തിയുമായിട്ടാണ് ഇപ്പം നല്ലൊരു ശതമാനം ആളുകൾ നടക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ വേഷം നോക്കി, പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒരു വ്യക്തി വിശുദ്ധനാണോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട് കഴിയുന്നില്ല. യഥാർത്ഥ ജീവിതത്തിൽ വേഷം കൊണ്ടുള്ള ഒരു തിരിച്ചറിവ് ഓൾമോസ്റ്റ് അസാധ്യമാണെന്ന് തന്നെ പറയാം. പുറമേ ഉള്ള ഏത് കാര്യവും, ഒരു പക്ഷേ പുറമേ ഉള്ള കാര്യങ്ങൾ, അകമേ ഉള്ള കാര്യങ്ങളെ ഒളിച്ചു വെക്കാൻ പുറമേ ഉള്ള കാര്യങ്ങൾ കുറേ കൂടെ നന്നാക്കാൻ ആൾക്കാർ പരിശ്രമിക്കുന്നത്. പഴയ ഒരു സ്റ്റോറിയുണ്ട്, സത്യവും ദ ലൈ ആൻഡ് ട്രൂത്ത്, സത്യവും കള്ളവും ഒരുമിച്ച് അവരൊരിക്കലും നടക്കുന്നതല്ല. പക്ഷേ ഒരു സ്ഥലത്ത് അറിയാതെ, അവർ രണ്ടുപേരും അറിഞ്ഞില്ല, രണ്ടുപേരും അറിയാതെ ഒരു സ്ഥലത്ത് വന്നു. ഒരു നദീതീരത്താണ്, അവർ തമ്മിൽ കണ്ടില്ല. ആദ്യം വന്നത് സത്യമാണ്. സത്യത്തിന് കുളിക്കാൻ ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് സത്യം അതിൻ്റെ സത്യം വളരെ മനോഹരമായ വസ്ത്രം ധരിച്ചാണ് നടന്നിരുന്നത്. സത്യം മനോഹരമായ വസ്ത്രം ഉരിഞ്ഞ് തീരത്ത് വെച്ചിട്ട് വെള്ളത്തിൽ കുളിക്കാനിറങ്ങി. അന്നേരമാണ് കള്ളം അവിടെ വന്നത്. കള്ളത്തിനും കുളിക്കാൻ തോന്നി, പക്ഷേ നോക്കിയപ്പോൾ വളരെ മനോഹരമായ സത്യത്തിൻ്റെ വേഷം കണ്ടപ്പോൾ അത് ചിന്തിച്ചു, ഇപ്പം കുളിച്ചില്ലെങ്കിലും വേണ്ടുകയില്ല, ഏറ്റവും നല്ല കാര്യം എങ്ങനെയെങ്കിലും ഈ സത്യത്തിൻ്റെ മനോഹരമായ വസ്ത്രം അഴിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ കള്ളത്തിൻ്റെ വേഷം വളരെ മുഷിഞ്ഞതെന്നുള്ളതല്ല, വേൺ ഔട്ടായിട്ടുള്ള, വളരെ സ്റ്റിങ്കി ആയിട്ടുള്ള, ഒന്നിനും കൊള്ളാത്ത, നാറുന്ന ഒരു വികൃതമായ വേഷമാണ് കള്ളത്തിൻ്റേത്. സത്യത്തിൻ്റെ വേഷം വളരെ മനോഹരമായിരുന്നു. പക്ഷേ സത്യം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സമയം കൊണ്ട് കള്ളം എന്ത് ചെയ്യുമെന്നറിയാമോ? പെട്ടെന്ന് അയാളുടെ മുഷിഞ്ഞ, കീറിപ്പറിഞ്ഞ, വേൺ ഔട്ടായിട്ടുള്ള വസ്ത്രം ഉരിഞ്ഞു വെച്ചിട്ട് പെട്ടെന്ന് സത്യത്തിൻ്റെ ആ മനോഹരമായ വസ്ത്രവും ധരിച്ചുകൊണ്ട് പെട്ടെന്ന് നടന്നു കളഞ്ഞു. അപ്പോൾ സത്യം കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് തീരത്ത് വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൻ്റെ വസ്ത്രം അവിടെ ഇല്ല, മനോഹരമായ വസ്ത്രമില്ല. പിന്നെ കണ്ടയാകെ ഉള്ള വസ്ത്രം ഇതുപോലെ വേൺ ഔട്ടായിട്ടുള്ള, ഒന്നിനും കൊള്ളാത്ത, വൃത്തികെട്ടതായ ഒരു വസ്ത്രമാണ്. എന്തെങ്കിലും ഉടുക്കാതെ പുറത്തു പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് ഇതൊരു കഥയാണോ, പക്ഷേ അത് വളരെ അർത്ഥവത്തായ ഒരു കഥയാണ്. എന്തെങ്കിലും ഉടുക്കാതെ പുറത്തു പോകാൻ കഴിയത്തില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് സത്യം എന്ത് ചെയ്തെന്നറിയാമോ? ഈ വേൺ ഔട്ടായിട്ടുള്ള, ആ വൃത്തികെട്ട, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ടതായ ഈ വസ്ത്രവും ധരിച്ചു കൊണ്ടുപോയി. ഈ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്, അന്ന് മുതൽ ഇന്ന് വരെയും സത്യത്തിൻ്റെ വസ്ത്രം വളരെ വിരൂപവും
കള്ളത്തിൻ്റെ വസ്ത്രം വളരെ മനോഹരവുമാണ്. അതുകൊണ്ട് കള്ളത്തിൻ്റെ ഈ വസ്ത്രം, മനോഹരമായ വസ്ത്രം കണ്ട് പലരും ഇതിനോട് പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. സത്യത്തോട് ഇഷ്ടമുള്ളവർ പോലും സത്യത്തിൻ്റെ ഈ വികൃതമായ വസ്ത്രം കാണുമ്പോൾ മാറി നിൽക്കുന്നുമുണ്ട്. ഇത് കള്ളമാണോ സത്യമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ വല്ലപ്പോഴുമെങ്കിലും ഈ സത്യം വിവസ്ത്രയാകുമ്പോൾ അതിനെ കാണുന്നവർ മാത്രമാണ്, അതിൻ്റെ പുറമോടി എടുത്തു കളയുമ്പോൾ, അതിൻ്റെ പുറത്തെ വസ്ത്രം ഉരിഞ്ഞു കളയുമ്പോൾ മാത്രമാണ് ഇതാണല്ലോ സത്യം എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് ദാറ്റ്സ് എ നേക്കഡ് ട്രൂത്ത്. കാര്യം പുറമേ ഉള്ളത് സത്യത്തിൻ്റെ വസ്ത്രമല്ല, മനോഹരമായ വസ്ത്രമല്ല, എപ്പോഴും എന്താണ്? വികൃതമായ വസ്ത്രമാണ്. എന്നാൽ കള്ളം എപ്പോഴും മനോഹരമാണ്. അങ്ങനെ നമ്മളെ വഞ്ചിക്കത്തക്ക രീതിയിൽ, ഡിസ്ഗൈസ് ചെയ്യത്തക്ക രീതിയിലാണ് കള്ളവും സത്യവും ഈ ഭൂമിയിൽ നടക്കുന്നത് എന്നിങ്ങനെ ഈ കഥയിൽ പറയുകയാണ്. ഇതേപോലെ തന്നെയാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ആരെ കണ്ടാലും, വ്യക്തികളെ കണ്ടാലും, ഏത് കാര്യവും ഇൻക്ലൂഡിങ് നമ്മളുടെ ഒരു സോഷ്യൽ സെറ്റപ്പിലാണെങ്കിലും, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണെങ്കിലും, ഒരു സഭയിലാണെങ്കിലും, വ്യക്തികളിലാണെങ്കിലും, കുടുംബങ്ങളിലാണെങ്കിലും അട്രാക്റ്റീവായിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന, അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള പുറംമോടികളിൽ ജീവിക്കുന്ന, പുറംമോടികൾ കാട്ടുന്ന ആളുകളുമായിട്ട് അടുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇതേപോലെ വ്യക്തികളെ കാണുമ്പോൾ ഒറ്റയടിക്ക് പുറമേ ഉള്ള കാര്യങ്ങൾ കണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്, ഇയാൾ വളരെ വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന്. എന്നാൽ ഈ ശൂന്യക്കാരത്തി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അങ്ങനെ ഒറ്റയടിക്ക് ഇത് പറയുകയല്ല. അവൾ പറയുന്നത്, ഈ വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ വ്യക്തി വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് ഇപ്പോൾ ഞാൻ കാണുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ഇപ്പോൾ, നൗ ഐ പെർസീവ് ദാറ്റ് ദിസ് മാൻ ഈസ് എ ഹോളി മാൻ ഓഫ് ഗാഡ്. ഇപ്പോൾ ചില ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് നല്ല ആളുകളാണെന്ന്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ആളുകളാണെന്ന് അല്ലാതെ പിന്നെ അങ്ങനെ പറയുന്നത് അത് മോശമല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെക്കുറിച്ച് നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് സത്യമാകണം നിർബന്ധമില്ല. മരിച്ചു കിടക്കുന്ന ഒരാളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും സത്യമാകാൻ സാധ്യതയില്ല. ലോകത്തിലേക്കും ലുപ്ത് പിടിച്ച, ആരെ സഹായിക്കാത്ത, ഒരുത്തർക്കും ഒന്നും ചെയ്യാത്ത, ഒരു ഗുണവും ചെയ്യാത്ത ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിക്കാരും എല്ലാവരും കൂടെ വന്ന് ഇയാളുടെ ദാനശീലത്തെക്കുറിച്ചൊക്കെ ഒത്തിരി വിവരിച്ചു. ഇയാളെല്ലാവർക്കും ദാനം കൊടുക്കുന്ന ആളായിരുന്നെന്നും, മഹാകാരുണ്യവാനായിരുന്നെന്നും, അനേകർക്ക് അത് ചെയ്തെന്നും ഇത് ചെയ്യുന്നൊക്കെ പള്ളിയിലുള്ള എല്ലാവരും കൂടെ വിവരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യ മോനെ ഇങ്ങനെ അടുത്ത് വിളിച്ചു, മോനെ നീ ആ ബോഡിയുടെ മുഖം ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ, മരിച്ചു കിടക്കുന്നത് നമ്മുടെ ഡാഡി തന്നെ ആണോ എന്ന്. കാര്യം ഇവിടെ പറയുന്ന കേട്ടിട്ട് നമ്മുടെ ഡാഡിയുടെ സ്വഭാവമൊന്നും അല്ല ശരിക്കും പറയുന്നത്. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ എന്താ ചെയ്യുന്നത്? അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് പെട്ടെന്ന് വളരെ ഫ്ലാറ്ററി എന്ന് നമ്മൾ പറയുമല്ലോ, മുഖസ്തുതി പറയാനായിട്ട് ഒരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ അത് ദാറ്റ്സ് എ കോമൺ തിങ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ആളുകളെ വിഷമിപ്പിക്കുന്നു എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ശൂന്യക്കാരത്തെ സ്ത്രീ പറയുന്നത്, നൗ ഐ പെർസീവ് ദാറ്റ് ദിസ് മാൻ ഈസ് എ ഹോളി മാൻ ഓഫ് ഗാഡ്. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഈ വ്യക്തി അയാളുടെ കഴിഞ്ഞകാല ജീവിതമോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിലോ ഉള്ള കാര്യമല്ല. സാക്ഷ്യം എപ്പോഴും ലഭിക്കേണ്ടത് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് പാട്ടുകാരായ ആളുകളെക്കുറിച്ച് എഴുതാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഇന്നലെ അദ്ദേഹത്തോട് സംസാരിച്ചു. എൻ്റെ കൂടെ SB കോളേജിൽ പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പാസ്റ്റർ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, പാട്ടുകാരെക്കുറിച്ച് എഴുതുന്നൊക്കെ കൊള്ളാം, പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവരുടെ ജീവാവസാനം ഓർത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പാട്ടുകാർ പാട്ട് പാടിയപ്പോൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വെച്ചുകൊണ്ടൊന്നും നിങ്ങൾ പോയി എഴുതിയേക്കരുത്. ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ ഒടുവിൽ എങ്ങനെയാണ് അവരുടെ ജീവാവസാനം. പലപ്പോഴും നമുക്കറിയാമല്ലോ, പല വലിയ വലിയ ആളുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്, പക്ഷേ ജീവാവസാനം നോക്കി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എഴുതിയതും പറഞ്ഞതും ഒന്നും ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. ഇപ്പോൾ പ്രസൻറ്റായിട്ട് നമുക്കിപ്പം ഒരു പാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലെ കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ച് വാച്ച്ഫുൾ ആയിരിക്കണം. പക്ഷേ ശരിക്കും സാക്ഷ്യം ലഭിക്കേണ്ടത് ഇപ്പോഴുള്ള എൻ്റെ ലൈഫിനെ കുറിച്ചാണ്. ഇപ്പോഴെൻ്റെ ലൈഫിനെ കുറിച്ചാണ്. അത് ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, എനിക്ക് ആരുടെയും സാക്ഷ്യം വേണ്ട, എനിക്ക് ദൈവത്തിൻ്റെ സാക്ഷ്യം മതിയെന്ന്. അത് ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് എനിക്ക് ആരുടെയും സാക്ഷ്യം വേണ്ട, ദൈവത്തിൻ്റെ സാക്ഷ്യം മതിയെന്ന്. ഞാൻ പറയട്ടെ, നമുക്ക് ദൈവത്തിൻ്റെ സാക്ഷ്യം മാത്രമൊന്നും പോരാ, ഇവിടെയും സാക്ഷ്യം വേണം. അങ്ങനെയാണല്ലോ വേദപുസ്തകം ശരിക്കും പഠിപ്പിക്കുന്നത്. നമുക്ക് മനുഷ്യൻ്റെ സാക്ഷ്യം ആവശ്യമില്ലെന്നുള്ളതല്ല, ഒരുപക്ഷെ എങ്ങനെയുള്ളവരുടെ സാക്ഷ്യമെന്ന്. ഇപ്പോൾ ഒന്ന്, ദൈവത്തിൽ നിന്ന് സാക്ഷ്യം വേണം. രണ്ട്, മനുഷ്യരിൽ നിന്നും വേണം. പക്ഷേ ഈ മനുഷ്യർ എങ്ങനെയുള്ള മനുഷ്യരാണെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ ശൂന്യക്കാരത്തി സ്ത്രീയെക്കുറിച്ച് 8-ാം വാക്യത്തിൽ അവിടെ പറയുന്നത് അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെന്നാണ്. പക്ഷേ
ശരിക്കും ഇവിടെ ധനികയായ സ്ത്രീ എന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ധനിക എന്ന അർത്ഥത്തിലല്ല, അവൾ ഷീ വാസ് എ നോബിൾ വുമൺ എന്നാണ്. അവൾ ഉത്തമയായ ഒരു സ്ത്രീ ആയിരുന്നെന്നാണ്. അല്ലാതെ പണം കൊണ്ട് മാത്രം, അവൾ പണക്കാരിയായിരുന്നത് മാത്രമല്ല ശരിക്കും അതിൻ്റെ അർത്ഥം. ഷീ വാസ് എ ഗ്രേറ്റ് വുമൺ. അവൾ ഉത്തമയായ ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ ആരിൽ നിന്നാണ് ഇവിടെ സാക്ഷ്യം പ്രാപിച്ചിരിക്കുന്നത്? ഉത്തമയായ ഒരു സ്ത്രീയിൽ നിന്നാണ്. കള്ളുകുടിയന്മാർക്ക് ഒരു പക്ഷേ കള്ളുകുടിയന്മാരെ വലിയ സ്നേഹമായിരിക്കും. ചിലപ്പോൾ അവർ പറയുന്ന, ഞാനൊരു ആളെക്കുറിച്ച്, നമ്മുടെ പള്ളിയിൽ കൊയറിൽ പാട്ടൊക്കെ പാടുന്ന ഒരാളെക്കുറിച്ച്, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളെക്കുറിച്ച് താഴെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ ഒരാൾ പറയുന്ന കേട്ടതാണ്, എൻ്റെ പൊന്നു മോനെ അവൻ പള്ളിയിലൊക്കെ പാട്ട് പാടുമെന്നുള്ളതേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല, നമ്മുടെ കൂടെ ചേരുന്ന ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളു കുടിക്കാൻ നേരം അവനൊരു നല്ല പയ്യനാണ്, നമുക്കൊരു പൈൻറ്റ് വാങ്ങിത്തരാൻ അവനൊരു മടിയുമില്ല. ഇത് പറഞ്ഞതാണ്. ഏതാ പള്ളിയിൽ പാട്ട് പാടിക്കോളും, പക്ഷേ നമുക്കൊരു പൈൻറ്റ് വാങ്ങിച്ചു തരാൻ ഒരു മടിയുമില്ല, നല്ല ചെറുക്കനാണെന്ന്. അപ്പം നല്ല ചെറുക്കനാണെന്നുള്ള ഒരു സാക്ഷ്യം ലഭിക്കുന്നത് ആരിൽ നിന്നാണെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അല്ലെ ഒരു നല്ല കൊച്ചാണ് എന്നുള്ള സാക്ഷ്യം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് എന്നുള്ളതൊരു ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ ഉത്തമരായ ആളുകളിൽ നിന്ന്, ഉത്തമരായ സ്ത്രീകളിൽ നിന്ന്, ആത്മീകരായ, നമ്മുടെ സഭയിലെ ആത്മീകർ പറയണം ഇവൻ നല്ലവനാണോ ഇല്ലയോ എന്ന്. സഭയ്ക്കകത്ത് എല്ലാ പൊളിറ്റിക്സിനകത്തും കയറി നടക്കുന്നവർ, അവർ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, ഈനാമ്പേച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ, എന്താ ഈ ഉള്ള പൊളിറ്റിക്സും കളിച്ച് എല്ലാ തോന്നിവാസങ്ങളും കാണിച്ച് നടക്കുന്ന അവർ ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പോൾ അവരിൽ നിന്നൊരു സ്നേഹമോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു സാക്ഷ്യമോ കിട്ടുന്നത് കൊണ്ട് അർത്ഥമില്ല. ഇവിടെ എലീശായ്ക്ക് സാക്ഷ്യം കിട്ടിയത് ആരിൽ നിന്നാണ്? ഉത്തമയായ ഒരു സ്ത്രീയിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ സ്ത്രീ സാക്ഷ്യം പറയുന്നത് ഒറ്റ കാഴ്ചയിലല്ല, ഒരു പക്ഷേ ഒരു ക്ലോസ് വാച്ചിൽ നിന്നാണ്. അവൾ പെട്ടെന്ന് കയറി ഒരു മുഖം ഒന്ന് കണ്ടേച്ചങ്ങ് പറയുമൊന്നുമല്ല. ചിലപ്പോൾ ചിലരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ആളുകളായിരിക്കും. നോർത്ത് ഇന്ത്യയിലെ പല ആളുകൾ, പ്രത്യേകിച്ച് ഈ മാർവാടികളൊക്കെ, ഞാൻ ഈ ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ ഈ മാർവാടികൾ ഒത്തിരി ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഇവർ വല്ല വിശ്വാസത്തിലുള്ളവരാണെന്ന്. അതുപോലെ നല്ല ക്ലീൻ ഷേവൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനായിട്ട് കണ്ടാൽ ചിലപ്പോൾ ആളുകൾ അയ്യോ എന്തോ ഒരു ദൈവ തേജസ് എന്ന് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും. അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാർവാടിയുടെ മുഖം കണ്ടിട്ടെന്ന് പറയും, ഓ ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ദൈവ തേജസ്. പക്ഷേ അവൻ 36% പലിശയ്ക്ക് കൊടുത്ത് ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ കളിപ്പിക്കാമോ ആ കളിപ്പിയിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. പക്ഷേ ഇവൻ്റെ മുഖം കാണുമ്പോൾ നല്ല ഒരു അങ്ങനെ ഒരു പ്രകാശം തോന്നുന്നത് പോലെ തോന്നിയതുകൊണ്ട് അങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഉടനെ പറയുകയല്ല ശൂനേംകാരത്തി ഇവൻ വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന്. പിന്നെ എങ്ങനെ പറയുന്നത്? ഒരു ക്ലോസ് വാച്ചിന് ശേഷമാണ്, ഒരു നന്നായിട്ടൊരു വാച്ച് ചെയ്തതിന് ശേഷം. ഇവിടെ ഞാൻ പെട്ടെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സാക്ഷ്യത്തിനകത്താണെങ്കിലും ഒരു പക്ഷേ ആദ്യം കാണുന്ന സമയത്തായിരിക്കത്തില്ല. എലീശ ഒരു പക്ഷേ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് ഈ സ്ത്രീ വന്ന് കാണുമെന്ന് എൻ്റെ ചിന്ത. എലീശ ക്രൂസൈഡ് വല്ലതും നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല. അന്ന് ക്രൂസൈഡൊന്നും ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളോ അല്ലാതെ വഴി കൂടെ നടന്നു പോകുന്ന കൂട്ടത്തിൽ വെറുതെ വലിച്ച് കയറ്റി അല്ലെങ്കിൽ വലിച്ച്, നമ്മളിപ്പോൾ വഴിപോക്കരായ ഒരാൾക്ക് വേണമെങ്കിലും ചിലപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുമായിരിക്കും. അങ്ങനെ വഴിപോക്കർ എന്നുള്ള നിലയിൽ മാത്രം കണ്ട് ആണ് ഈ സ്ത്രീ വീട്ടിൽ കയറ്റി ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. നേരത്തെ അറിയാവുന്ന ആളായിരിക്കണം. അറിയാവുന്നത് എങ്ങനെയാണ്? ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയിട്ടോ വല്ലതുമായിരിക്കും. ഈ മീറ്റിങ്ങിനൊക്കെ പോയി ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് പിന്നീട് ഇവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിച്ച് അങ്ങനെ പല പ്രാവശ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇവൾ പറയുന്നത് എന്ത്? ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന്. പക്ഷെ സാക്ഷ്യം പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് വിശുദ്ധനായ ദൈവപുരുഷൻ എന്നാണ്. വേറെ ഒന്നും അവളെ അട്രാക്റ്റ് ചെയ്തിട്ടില്ല. ഇവൾ പറയാൻ പരിശ്രമിക്കുന്നില്ല. ശൂനേംകാരത്തി പറയുന്നില്ല ഈ വ്യക്തി എന്താണ് നല്ല ഒരു പ്രവാചകനാണ്, അതല്ലെങ്കിൽ ഈ വ്യക്തി ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാളുടെ മിനിസ്ട്രി ഭയങ്കരമാണ്, ഭയങ്കര ശക്തമായ ദൂതാണ് അദ്ദേഹം നൽകുന്നത്. ഇതൊന്നും പറയുന്നില്ല. ഞാൻ പറയട്ടെ, ഒരാളുടെ സാക്ഷ്യമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവമാണ്, അല്ലാതെ അയാളുടെ കഴിവല്ല. നമ്മൾ പലപ്പോഴും ഒരാളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് അയാളുടെ കഴിവ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ശൂനേംകാരത്തി സാക്ഷ്യം പറയുന്നത് എന്താ? ആ വ്യക്തിയുടെ സ്വഭാവമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് അത് സ്വഭാവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളെക്കുറിച്ച് ഒരാൾ സാക്ഷ്യം പറയേണ്ടത് നമ്മുടെ മിനിസ്ട്രിയെക്കുറിച്ചല്ല, നമ്മളെക്കുറിച്ച് ഒരാൾ സാക്ഷ്യം പറയേണ്ടത് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. പക്ഷേ ഇന്നിപ്പം നമ്മളൊരാളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നല്ല മിനിസ്ട്രിയാണെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യക്തി പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റേജിലെ ശുശ്രൂഷ വെച്ചിട്ട്, അല്ലെങ്കിൽ എലീശായുടെ സ്റ്റേജിലെ ശുശ്രൂഷ വെച്ചിട്ടൊന്നുമല്ല ഈ ശൂനേംകാരത്തി എലീശായെക്കുറിച്ച് സംസാരിക്കുന്നത്. സ്റ്റേജിലെ ശുശ്രൂഷ വെച്ച് ഒരാളെ വിധിക്കാനായിട്ടും അയാളുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. കാര്യം സ്റ്റേജിൽ പലപ്പോഴും കാണിക്കുന്ന ഒരു പടമാണ്. സ്റ്റേജിൽ ഒരു പക്ഷേ വലിയ പെർഫോമൻസും മറ്റുള്ള കാര്യങ്ങളും കാണിക്കുന്ന ആളുകൾ, അവരിൽ നല്ലൊരു ശതമാനവും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയൊരു പരാജയമാണ്. അത് വേറൊരു ലോകമാണ്. സ്റ്റേജിൽ ഭയങ്കര ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ ഒരു കട്ടിലും ചുമന്നുകൊണ്ട് സ്റ്റേജിലോട്ട് വരുന്നു.
കൂടെ ഒരു സ്ത്രീയുമുണ്ട്. ആരാന്നറിയാമോ? ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ സ്ത്രീ ഒരു കട്ടിലും ചുമന്നുകൊണ്ട്, ഒരാളെ ഒരു ചുമട്ടുകാരനെ കൊണ്ടൊരു കട്ടിലും ഒക്കെ ചുമപ്പിച്ചുകൊണ്ട് വരിക. അപ്പോൾ കട്ടിലും ചുമന്നുകൊണ്ട് ഈ സ്റ്റേജിൽ ഇട്ടിട്ട് സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോ, സ്റ്റേജിലാകുമ്പോൾ നിങ്ങൾ വളരെ നല്ല ആളാണ്, പക്ഷേ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല, ഞാൻ കാണുന്ന ആൾ വേറെ ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള മാർഗ്ഗം എവിടെ താമസിച്ചാൽ മതി. സ്റ്റേജ് അതിനൊരു കട്ടിൽ കൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മൾ ഹിന്ദിയിൽ പറയുമല്ലോ, സ്റ്റേജ് മേ ദൂത് ഹേ ഘർ മേ ഭൂത് ഹേ എന്ന്. സ്റ്റേജ് മേ ദൂത് ഹേ ഘർ മേ ഭൂത് ഹേ. സ്റ്റേജിൽ വലിയ ദൂതനാണ്, ഇറ്റ് ഈസ് ആൻ ഏഞ്ചൽ, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഭൂതമാണ്. അതിനിപ്പോൾ ഒരു മടിയുമില്ലാത്ത, അതായത് സ്റ്റേജിലെ ലൈഫും വീട്ടിലെ ലൈഫും അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫും തമ്മിൽ വ്യത്യാസം ഉണ്ടായാൽ ഒരു മടിയുമില്ലാതെ പിന്നെയും സ്റ്റേജിൽ കയറി വലിയ ആൾ കളിക്കാൻ ആർക്കും ഒരു മടിയുമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ പറയട്ടെ, വീട്ടിൽ ഭൂതമാണെങ്കിൽ നീ സ്റ്റേജിൽ കയറരുത്, ദയവ് ചെയ്ത് അത്രയെങ്കിലും ഒരു കാര്യം ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ പോകട്ടെ, സ്റ്റേജിൽ ഭൂതമായിട്ട് അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിനക്ക് വീട്ടിൽ ഭൂതമാണെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റേജിൽ വന്ന് വലിയ ഇളക്കിനും പരിപാടിക്കൊന്നും വരരുത്. അത്രയുമെങ്കിലും ഉപകാരം ദൈവസഭയോട് ചെയ്യുന്നതാണ് നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇവിടെ സ്റ്റേജിൽ കാണുന്ന ആളല്ല, കുറച്ചടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ സ്റ്റേജിൽ പക്ഷേ ഒരു അത്ഭുതങ്ങൾ കാണുമായിരിക്കും, മറ്റുള്ള കാര്യങ്ങളെല്ലാം കാണുമായിരിക്കും. സ്റ്റേജിലെ കാര്യങ്ങൾ കണ്ടൊരാളെ വിധിക്കാനും പാടില്ല. ഒരു ക്രൂസൈഡ് കഴിഞ്ഞിട്ട് 2-3 ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. വെച്ചാൽ ഞങ്ങളവിടെ അത്ഭുതം കണ്ടു, പക്ഷേ യേശുവിനെ കണ്ടു. ഞങ്ങൾ സ്റ്റേജിൽ അത്ഭുതം കണ്ടു, പക്ഷേ എന്ത് കണ്ടില്ല? യേശുവിനെ കണ്ടില്ല. അപ്പോൾ യേശുവിനെ ഇല്ലാതെ അത്ഭുതം നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം കൂടാതെ വിശുദ്ധമായ ഒരു ജീവിതമില്ലാതെയും അത്ഭുതം നടത്തുന്ന ആളുകൾ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുക ആളുകൾ ചോദിക്കണം, അയാളൊരു വിശുദ്ധൻ അല്ലെങ്കിൽ എങ്ങനെ ഇത്ര ശക്തി പ്രസംഗിക്കുന്നത്? ചിലപ്പോൾ അല്ലെങ്കിൽ അയാളൊരു വിശുദ്ധൻ അല്ലെങ്കിൽ എങ്ങനെ അത്ഭുതത്തിൻ്റെ ശുശ്രൂഷ നടത്തുന്നത്? ഇതെല്ലാം സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ആളുകൾക്കെല്ലാം പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സാജു ഈ ആളുകൾ ഇതും ചെയ്യുന്നുണ്ട്? അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാം, ഇന്ന തെറ്റുകൾ അയാൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷേ സ്റ്റേജിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് ഇയാൾ ഭയങ്കര ഡിഫറൻ്റാണ്. ഇയാൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഈ രോഗികൾ സൗഖ്യമാകുന്നത്? ഇയാൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അത്ഭുതം നടക്കുന്നത്? ഞാൻ പറയട്ടെ, ഇത് രണ്ടും കൂടെ നടക്കത്തില്ലെന്നായിരുന്നു ഒരിക്കൽ എൻ്റെ ചിന്ത. പക്ഷേ വേദപുസ്തകം ഇത് രണ്ടും കൂടെ നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചപ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ ശിംശോൻ്റെ കാര്യം. ശിംശോനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ ശിംശോൻ്റെ ജീവിതം നമുക്കൊരു വലിയൊരു പാഠമാണ്. ശിംശോൻ്റെ ജീവിതത്തിൽ അവനും ദൈവാത്മാവും തമ്മിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 25-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവിനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് സ്റ്റിയറിംഗ് ഹിം. അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻകൗണ്ടറിൻ്റെ ഒരു തുടക്കമാണ്, ഒരു സ്റ്റിയറിംഗ് ആണ്. ഓക്കെ, ഞാൻ ആ വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാൻ. ആ ഒരു യാത്ര, ശിംശോൻ്റെ യാത്രയൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വരുന്നത്. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, ബട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് കമ്മിങ് അപ്പോൺ ഹിം മൈറ്റിലി, വളരെ ശക്തിയോടെ. മഹനദാനിൽ വെച്ച് അവനെ ഒന്ന് സ്റ്റർ ചെയ്തതാണെങ്കിൽ ഇവിടെ എന്താണ്? ഭയങ്കര ശക്തിയോടെ വന്നു കഴിഞ്ഞു. കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ, ഒരു സിംഹത്തെ അവൻ എന്ത് ചെയ്യുന്നു? ഒരു ആട്ടിൻകുട്ടിയെ പോലെ ചീന്തിക്കളയുന്നു. വളരെ നല്ല കാര്യം. 14-ന്റെ 19-ാം വാക്യം വന്നപ്പോൾ പിന്നെ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് കൊടുത്തു. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് കമ്മിങ് അപ്പോൺ ഹിം വെരി മൈറ്റിലി, വളരെ ശക്തിയോടുകൂടെ വരുന്നു. 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്തീയർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആയി. അതിനുശേഷം നമ്മൾ കാണുന്നത് അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയൽ കൊണ്ട് എന്താണ് 1000 പേരെ അവന് കൊന്നുകളയുന്നത് കാണുന്നത്. സോ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് വർക്കിംഗ് ഇൻ ഹിം. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ പ്രവർത്തിക്കും നമ്മൾ കണ്ടു. എന്നാൽ 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അനന്തരം ശിംശോൻ ഗസയിൽ ചെന്നു അവിടെ ഒരു വേശ്യയെ കണ്ടു. ഇവൻ്റെ ജീവിതത്തിലെ ഡിക്ലൈനിങ് സ്റ്റേജാണ്, അല്ലെങ്കിൽ താഴോട്ട് പോകുന്നൊരു സ്റ്റേജാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടു ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് കമ്മിങ് അപ്പോൺ ഹിം മൈറ്റ്ലി. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടുകൂടെ വന്നു. അവൻ വളരെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഈ വേശ്യയുടെ അടുത്ത് ഇവൻ ചെന്നതിന് ശേഷവും ഇവൻ അത്ഭുത പ്രവൃത്തി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമോ, 16-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ രാത്രി ശിംശോൻ അർദ്ധരാത്രി കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിൻ്റെ കതകും കട്ടളക്കാൽ 2 ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിലേക്ക് പോയി. ഒരു പക്ഷേ ഇതിന് മുമ്പേ ചെയ്തതിനേക്കാൾ കുറെ കൂടെ ശക്തിയുള്ള, അതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് ഇവൻ ചെയ്യുന്നത്.
പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഇതിന് മുമ്പ് അവൻ അത്ഭുത പ്രവൃത്തികൾ ചെയ്തപ്പോഴൊക്കെ അതിൻ്റെ മുകളിൽ ഒരു വാക്യം എഴുതിരുന്നു, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ ഹിം മൈറ്റിലി. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടുകൂടി അവൻ്റെ മേൽ വന്നു. അവൻ കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ കൊന്നു, അല്ലെങ്കിൽ അവൻ സിംഹത്തെ ഒരു ആട്ടിൻകുട്ടി എന്നതുപോലെ കീറിക്കളഞ്ഞു. പക്ഷെ ഇവിടെ വേശ്യയുടെ അടുത്ത് ചെന്നതിന് ശേഷം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടെ എന്താ കാണുന്നത്? അവിടെ അർദ്ധരാത്രി വരെ അവൻ കിടന്നുറങ്ങി, എഴുന്നേറ്റ് പട്ടണവാതിൽക്കൽ ചെന്നു. അവൻ ഈ പട്ടണവാതിൽ കട്ടളയോടുകൂടെ അല്ലെങ്കിൽ ഓടാമ്പലോട് പറിച്ചെടുത്ത് കളഞ്ഞു എന്ന് എഴുതിയിട്ടുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നെന്നുള്ള കാര്യം എഴുതിയിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വരാത്തപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി അല്ലാതെയും ഒരു പക്ഷേ ഇവന് ശക്തി പ്രകടിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞേക്കും. നമ്മൾ ദലീലയുടെ മടിയിൽ അവൻ കിടക്കുമ്പോഴും 9-ാം വാക്യത്തിലും അവൾ എന്ത് ചെയ്യുകയാണ്? ഉൾമുറിയിൽ പതിയിരിപ്പുകാർ വന്നു പറഞ്ഞപ്പോൾ ശിംശോൻ എന്ത് ചെയ്യുന്നു? അവനെ കെട്ടിയിരുന്ന ഉടനെ അവൻ തീ കൊണ്ട ചണനൂൽ പോലെ ഞാണുകളെ വലിച്ചു കളഞ്ഞു. അവനെ ബന്ധിക്കാനായിട്ട് നോക്കിയ എല്ലാത്തിനെയും അവൻ ചണനൂൽ പോലെ കരിച്ചു കളയുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. 9-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും അതിൻ്റെ 14-ാം വാക്യത്തിലും എല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ശിംശോൻ്റെ ചരിത്രം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കൃപാവരങ്ങൾ പ്രകടിപ്പിക്കുന്ന എല്ലാവരും എപ്പോഴും ദൈവാത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ടാണത് ചെയ്യുന്നതെന്ന് അർത്ഥമില്ല. ഒരുപക്ഷെ ഇവർക്ക് ഒരു ആത്മാവുണ്ടായിരുന്നവരായിരിക്കാം. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഞാനൊരു ക്ലാസ് എടുത്ത കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് കൃപാവരങ്ങളുടെ പ്രത്യേകത? കൃപാവരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിക്ക് ദൈവം നൽകുന്ന ഒരു പ്രതിഫലമാണെന്നാണ് നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ. നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടു, അതിനുശേഷം സ്നാനമേറ്റു, വിശുദ്ധമായി കുറേ നാൾ ജീവിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അന്യഭാഷകളിൽ സംസാരിക്കാനുള്ള പ്രത്യേകമായ ഒരു അനുഭവം കർത്താവ് തരും. അതിനുശേഷം അന്യഭാഷയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഞാൻ വിശുദ്ധമായി ജീവിക്കുമ്പോൾ എനിക്ക് പ്രവചിക്കാനുള്ള പ്രത്യേക ഒരു വരം തരും. അങ്ങനെ പ്രവചിച്ച് ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വിശുദ്ധമായി ജീവിച്ച് കഴിയുമ്പോൾ എനിക്ക് രോഗികളെ സൗഖ്യമാക്കാൻ പറ്റും. പിന്നെയും വിശുദ്ധമായി ജീവിക്കുമ്പോൾ വിശുദ്ധി കൂടുന്നതനുസരിച്ച് നമ്മുടെ കൃപാവരങ്ങളുടെ വലിപ്പം കൂടുമെന്നാണ് പാവങ്ങളായ നമ്മളൊക്കെ ചിന്തിച്ച് വച്ചിരിക്കുന്നത്. നമ്മുടെ ഈ തെറ്റിദ്ധാരണ മുതലെടുത്ത ഈ പ്രവാചകന്മാരൊക്കെ നമ്മളെ നോക്കുന്നത് നമ്മളൊക്കെ വെറും പാപികളും അവരൊക്കെ വലിയ കൂടിയ ആൾക്കാരും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ 14 വയസ്സുള്ള ചെറുക്കൻ എവിടെന്നെങ്കിലും ഒരു 2 വാക്ക് പ്രവചിച്ച് കഴിയുമ്പോൾ 75 വയസ്സുള്ള അപ്പച്ചനെ ചോദിക്കുന്നത്, എന്താ ബ്രദറിൻ്റെ പേര് എന്നൊക്കെ ചോദിക്കുന്നത്. എന്താണെന്നറിയാം, ഒരു അഹങ്കാരം അങ്ങ് വരികയാണ്. കൃപാവരങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ പേര് തന്നെ എന്താണ്? കൃപാവരമെന്ന, അല്ലാതെ ഇത് പ്രതിഫലമെന്നൊന്നും അല്ല ഇതിൻ്റെ പേര്. അത് മനസ്സിലാക്കണം. വരം എന്ന് പറഞ്ഞാൽ തന്നെ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടേണ്ട സാധനമൊന്നും ആയിട്ടൊന്നും കിട്ടുന്നതല്ല. കൃപാവരം എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ യാതൊരു യോഗ്യത ഇല്ലാത്തത് ഇവന് കൊടുത്തതാണെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ എന്തിനാ ഈ നെകളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കൃപാവരങ്ങളെക്കുറിച്ച് ഞാൻ സാധാരണ പറയുമ്പോഴത്തേക്ക് പറയാറുണ്ട്, ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഒരു കൊച്ചിന് നമ്മൾ യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുന്നു. നമ്മുടെ പിള്ളേർക്ക് നമ്മൾ യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ല മാർക്ക് വാങ്ങിച്ചതിനുള്ള പ്രതിഫലമായിട്ടൊന്നുമല്ല. ആണോ? നല്ല മാർക്ക് വാങ്ങിച്ചാൽ നിനക്ക് ഞാൻ യൂണിഫോം വാങ്ങിച്ചു തരാമെന്ന് പറയാറുണ്ടോ? ഇല്ല. യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ല മാർക്ക് വാങ്ങിക്കാനാണ്. അവൾ സ്കൂളിൽ പോകാനും അവൾ എംബരാസ്ഡ് അല്ലാതെ അവിടെ പഠിക്കാനും അങ്ങനെ നല്ല മാർക്ക് വാങ്ങിക്കാനുമാണ്. ഇതുപോലെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിനുള്ള ഒരു പ്രതിഫലമല്ല കൃപാവരം. പ്രത്യുത വിശുദ്ധ ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്നതാണ് കൃപാവരങ്ങൾ. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രതിഫലമാണ് കൃപാവരമെന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. ഇത് കൃപാവരമായതുകൊണ്ടുണ്ടായ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ വേലിയേറ്റങ്ങൾക്കും അനുസരിച്ച് ദൈവം ഇത് തിരിച്ചെടുക്കുന്നില്ല. ഞാൻ എൻ്റെ മോക്ക് യൂണിഫോം വാങ്ങിച്ചു കൊടുത്ത് അവൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം അവൾ എന്നോട് റിബല്യസ് ആയിട്ട് ഞാൻ പറഞ്ഞ അനുസരിച്ചില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തുവാ? അവളെ കൊണ്ട് ഇവിടെ വാടി, നീ എന്നെ അനുസരിക്കത്തില്ലല്ലേ, എന്തിനാണ് ഞാൻ വാങ്ങിച്ചു തന്ന യൂണിഫോം കൊണ്ടുപാടി ഇവിടെ, ഇനി മേലെ ഞാൻ യൂണിഫോം നിനക്ക് വാങ്ങിച്ചു തരത്തില്ല എന്നുവല്ലം പറയുമോ? അവൾ അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ യൂണിഫോം തിരിച്ചെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. യൂണിഫോം ഞാൻ തിരിച്ചെടുക്കുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അവൾ വീണ്ടും എന്നോട് അനുസരണമുള്ള കുട്ടിയായി വളരുമെന്നാണ് എൻ്റെ ചിന്ത. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്ന ഈ കൃപാവര പ്രാപ്തന്മാരുടെ മോശപ്പെട്ട ജീവിതം ദൈവം എന്തുകൊണ്ടാണ് വെളിപ്പെടുത്താൻ താമസിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ മോൾ എന്തെങ്കിലും തെറ്റ് എന്നോട് ചെയ്താൽ പിറ്റേ ദിവസം സ്കൂൾ അസംബ്ലി ഞാൻ ചെന്ന് പറയുമോ, ഇവളെ അറിയാമോ, ഇവളെൻ്റെ മോളാ, പക്ഷെ അവളെന്നെ അനുസരിക്കത്തില്ല കേട്ടോ, അനുസരണം കേട്ടത് നടക്കുക എന്ന് വല്ലതും മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഞാൻ പറയുമോ? ഇല്ല. കാര്യം എൻ്റെ മോളെ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ
അല്ലെങ്കിൽ അവളെ വെളിപ്പെടുത്തി, അല്ലെങ്കിൽ അവളുടെ കുറവുകൾ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ ഇവൾ നന്നാകും, നാളെ ഇവൾ അനുസരിക്കും എന്നൊക്കെയാണ്. ഇതുപോലെ ദൈവം കൃപാവരങ്ങൾ കൊടുത്ത വ്യക്തികൾ ഇത് ഒരു പ്രതിഫലമാണെന്നുള്ള നിലയിൽ അഹങ്കരിച്ച് വീണ്ടും, പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശിംശോനൊക്കെ പറ്റിയ വലിയ അപകടം അതാണ്. എന്ത്? അഹങ്കരിച്ച് ഏതെങ്കിലും നിലയിലുള്ള തെറ്റായ വഴികളിലൂടെ പോകുമ്പോൾ ദൈവം നോക്കുകയാണ്, ഇവൻ മടങ്ങി വരും, ഇവൻ മടങ്ങി വരും, ഇവൻ മടങ്ങി വരും എന്ന് പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുക. അവന് മടങ്ങി വരാനുള്ള സാഹചര്യം ദൈവം കൊടുക്കുകയാണ്. കാരണം ഇവനെ എക്സ്പോസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മുടെ എല്ലാ പാപങ്ങളെയും മറക്കാൻ പറ്റും, പക്ഷേ നമ്മുടെ പാപങ്ങളെ മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് മടങ്ങി വന്നു കഴിഞ്ഞാലും മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ അപമാനിതരായിത്തീരാതിരിക്കേണ്ടതിന് ദൈവം നമ്മളോട് കാണിക്കുന്ന ഒരു കരുണയാണ് നമ്മുടെ പാപങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം പ്രകടിപ്പിക്കാത്തത്, അല്ലെങ്കിൽ പ്രകാശിപ്പിക്കാത്തത്. പക്ഷെ മടങ്ങി വരാനുള്ള സമയത്തിന് ഒരു പരിധി ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി ഞാൻ യൂണിഫോം വാങ്ങിച്ചു കൊടുത്ത കൊച്ച് എന്നോട് റിബല്യസ് ആയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തോയും, പിന്നെ ആര് വാങ്ങിച്ചു കൊടുക്കും? ഇയാൾ എൻ്റെ അപ്പനല്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തോയും എന്ന് പറഞ്ഞ പോലെ കവനൻറ്റ് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറകെ വന്ന് അനുഗ്രഹിക്കാനായിട്ട് സാധിക്കത്തില്ല. ശിംശോൻ്റെ ജീവിതത്തിൽ അതാ പറ്റുന്നത്. ദൈവവുമായിട്ടുള്ള അവൻ്റെ ഉടമ്പടി തെറ്റിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് സംഭവിക്കുന്നില്ല, അവൻ്റെ മേൽ ആ ശക്തി വ്യാപരിക്കുന്നത് നമ്മൾ. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റേജിൽ ഒരാൾ പെർഫോം ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടോ അയാളുടെ പ്രസംഗത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടോ അയാളൊരു വിശുദ്ധനാണെന്ന് പറയാനായിട്ട് നമുക്ക് യാതൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അയാൾക്കിപ്പോൾ ദൈവത്തോടുള്ള ബന്ധം നിശ്ചയിക്കുന്നത് അയാൾ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ ഇവിടെ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ഇപ്പോഴങ്ങ് പോയാലും ടക്കെന്ന് പറഞ്ഞ് ഫാൻ അങ്ങ് ഒറ്റയടിക്ക് നിൽക്കുകയൊന്നുമല്ല, ആണോ? കുറച്ച് നേരം കൂടി ഈ ഫാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ 11 kV ലൈനുമായിട്ടുള്ള ബന്ധം അതിന് വിച്ഛേദിച്ചു. ഇപ്പം പവർ സ്റ്റേഷനിൽ അതിന് പവർ വരുന്നില്ല, പക്ഷെ പവർ വരുന്നില്ലെങ്കിലും എന്തോ നടക്കുന്നുണ്ട്, കറക്കം നടക്കുന്നുണ്ട്. ഇങ്ങനെ ബന്ധം കട്ടായ പല പാർട്ടികളും ഇപ്പോഴും കറക്കി കറക്കുന്നുണ്ട് നമ്മുടെ ഇടയ്ക്ക്. ബന്ധം പോയി, ദൈവവുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഒക്കെ പോയി, പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങി നടക്കുന്നുണ്ട്. ആ കറക്കം കണ്ടുകൊണ്ട് കറണ്ട് ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ഫാനിൻ്റെ കറക്കം കണ്ടുകൊണ്ട് നമുക്ക് പൂർണ്ണമായി നിശ്ചയിക്കാൻ പറ്റത്തില്ല. എന്ത് പറ്റത്തില്ല, ഇപ്പോൾ ഇതിന് ഇലക്ട്രിക് സ്റ്റേഷനുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്ക് തീർത്ത് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പെർഫോമൻസ് കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്റ്റേജിലെ പെർഫോമൻസ് കണ്ടതുകൊണ്ടോ അയാളുടെ എന്തെങ്കിലും തരത്തിലുള്ള വീര്യപ്രവൃത്തികൾ കണ്ടതുകൊണ്ടോ അയാൾ ഒരു വിശുദ്ധനായ മനുഷ്യനാണെന്ന് പെട്ടെന്ന് കയറി പറയാൻ വരട്ടെ. ശൂന്യം കാര്യത്തിൽ അങ്ങനെ ചെയ്തില്ല എന്ന് തന്നെയല്ല, ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതൊന്നും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടവർ മാത്രമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ആഫ്രിക്കയിലെ ബ്ലാക്ക് മജീഷ്യൻസ് കാണിക്കുന്ന അത്ഭുതങ്ങളൊന്നും നമ്മളുടെ ക്രൂസൈഡുകളിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനേക്കാൾ വലിയ സാധനങ്ങൾ ഈ ബ്ലാക്ക് മാജിക്ക് കാണിക്കുന്ന ആഫ്രിക്കയിലെ ബ്ലാക്ക് മജീഷ്യൻസ് ലിറ്ററലായിട്ട് കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചു കളയുമാർ. നമ്മൾ വെരുണ്ടു പോകും ഇവരുടെ ഈ ബ്ലാക്ക് മജീഷ്യൻസ് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ എത്രയോ ബാബാമാർ, സന്യാസിമാർ, ഹിന്ദു സന്യാസിമാർ, അവരൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈവൻ അവർ കൊടുക്കുന്ന സൗഖ്യ ചികിത്സകൾ, വിച്ച് ഡോക്ടേഴ്സ്. ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്നാണെങ്കിലും മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ 10 ഇരട്ടിയെങ്കിലും ഉണ്ട് വിച്ച് ഡോക്ടേഴ്സ്. അവരൊക്കെ അവിടെ പോയാൽ മരുന്ന് വാങ്ങിക്കുന്നതും അവരുടെയൊക്കെ മരുന്ന് കുടിച്ചിട്ട് ഇവർക്കൊക്കെ സൗഖ്യമാകുന്നുമുണ്ട്. വിച്ച് ഡോക്ടേഴ്സിൻ്റെ. അപ്പോൾ അത് കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരെല്ലാവരും അത്ഭുതങ്ങൾ കാണിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ അടുത്ത ആളാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ഈ ശൂന്യംകാലത്ത് എലീശായെ കണ്ട അയാളുടെ അത്ഭുതം കണ്ടിട്ടല്ല പറയുന്നത് ഇയാൾ വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന് കാണുന്നെന്ന്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ് വാച്ചിന് ശേഷമാണ്. പ്രവചനം കേട്ടിട്ടുമല്ല, അത്ഭുതം കണ്ടിട്ടുമല്ല. ഈ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം, ഞാൻ പുറപ്പാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് സംശയം തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഫറവോൻ്റെ മുമ്പിൽ അഹരോനും മോശയും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ഒരു അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ചാപ്റ്റർ 7 വേഴ്സ് 10 and 11. അങ്ങനെ മോശയും അഹരോനും ഫറവോൻ്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോന തൻ്റെ വടി ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ തന്നെ ചെയ്തു. നോക്ക്, വേറൊരു രീതിയിലല്ല ചെയ്തത്.
അതേപോലെ തന്നെ അഹരോൻ വടി താഴെ ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചോ അത് തന്നെ മിസ്രൈമ്യ മന്ത്രവാദികൾ വന്നപ്പോൾ അത് തന്നെ സംഭവിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരാൾ ചെയ്യുന്ന അത്ഭുതം കണ്ടിട്ട് ഇയാൾ ദൈവത്തിൽ നിന്നാണോ ഇയാൾ പിശാചിൽ നിന്നാണോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും പറയാൻ കഴിയത്തില്ല. ഞാനിതൊക്കെ പറയുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ആളുകൾ എന്നോടും നിങ്ങളോടും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, പിന്നെ എങ്ങനെയാ ബ്രദറെ ഇവർ ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്നുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ അത്ഭുതം എന്ന് പറയുന്നതിനേക്കാൾ വലുതാണ് അതിൻ്റെ പിന്നിലെ അടയാളം എന്ന് പറയുന്നത്. പലപ്പോഴും ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നത് ഒന്ന് നമ്മളോടുള്ള കമ്പാഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, പക്ഷേ അതിലും അപ്പുറത്ത് അതിൻ്റെ പിന്നിലുള്ള അടയാളമുണ്ട്. ശരിക്കും ഈ ബിബ്ലിക്കൽ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ബൈബിൾ പശ്ചാത്തലത്തിൽ പല അത്ഭുതങ്ങളും ഒരു ലാംഗ്വേജാണ്, ഒരു ഭാഷയാണ്, അതിൻ്റെ പിന്നിലുള്ള ഒരു ഭാഷയാണ്. ഇപ്പം ശരിക്കും യേശു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശു, അതിൻ്റെ പിറ്റേ ദിവസം അവരെല്ലാവരും കൂടെ യേശുവിനെ കാണാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയാം, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് വന്നത്, അല്ലാതെ അടയാളം കണ്ടതുകൊണ്ട് അല്ല. അപ്പോൾ എന്താണ് അവിടെ അത്ഭുതവും അടയാളവും തമ്മിലുള്ള വ്യത്യാസം? അപ്പം തിന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ സംഭവം എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതമാണ്. അപ്പം ഒരു അത്ഭുതമാണ്, പക്ഷെ അതിൻ്റെ പിന്നിലൊരു അടയാളം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അടയാളം? ആ അടയാളം എന്താണെന്ന് കർത്താവ് പിന്നീട് പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. അപ്പോൾ അത്ഭുതം എന്ന് പറയുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതാണ്. അടയാളം എന്ന് പറയുന്നത് യേശുവാണ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്നുള്ളതാണ്. അപ്പോൾ ഈ അടയാളം കാണേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഒരു അത്ഭുതം വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളോട് പലപ്പോഴും അത്ഭുതങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അടയാളമുണ്ട്. ഇവിടെ ഫറവോൻ്റെ മുമ്പിൽ അഹരോൻ്റെ വടിയിടുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഫറവോൻ്റെ മുമ്പിൽ വടിയിടുമ്പോൾ അത് സർപ്പമായി തീരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫറവോന് വേണ്ടിയുള്ള ഒരു അടയാളമല്ല. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ തന്നെ 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അതിന് മോശെ അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുമെന്ന് പറഞ്ഞു. യഹോവ അവനോട് നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു, അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അത് നിലത്തിട്ടും അത് സർപ്പമായി തീർന്നു. മോശെ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട് നിൻ്റെ കൈ നീട്ടി അതിൻ്റെ വാലിനെ പിടിക്കുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു, അത് അവൻ്റെ കയ്യിൽ വടിയായി തീർന്നു. ഇത് അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ വടി താഴെ ഇടുമ്പോൾ സർപ്പമായി തീരുന്നത് ആർക്കുള്ള അടയാളമാണ്? ഫറവോനുള്ള അടയാളമല്ല. ആർക്കുള്ള അടയാളമാണെന്നാണ് പറയുന്നത്? ഇസ്രായേൽ മക്കൾക്കുള്ള അടയാളമാണ്. എന്താണ് ഇസ്രായേൽ മക്കൾക്കുള്ള അടയാളം എന്ന് പറയാൻ കാര്യം? നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ഹീബ്രു പശ്ചാത്തലത്തിലുള്ള ആളുകൾക്ക് അത് അവരുടെ ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അവർ ഈ അടയാളത്തിലൂടെ സംസാരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മോശയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലാകുന്നത്. അവിടെ കർത്താവ് പറയാണ്, വാട്ട് ഇസ് ഇൻ യുവർ ഹാൻഡ്? എന്താണ് നിൻ്റെ കയ്യിൽ? ഇറ്റ്സ് എ ഷെപ്പേർഡ് സ്റ്റാഫ്. ഇതെന്താണ്? ഒരു വടിയാണ്, ഒരു ഇടയൻ്റെ വടിയാണ്. കാര്യം അവനൊരു ഇടയനാണ്. അവിടെ കർത്താവ് പറഞ്ഞു അത് നിലത്തിടുക. ഇടയൻ്റെ വടി എന്നവിടെ പറയുന്നത് ഇസ്രായേൽ മക്കളെ കുറിച്ചാണ്. ഇറ്റ്സ് ബിക്കോസ് ഇസ്രായേൽ മക്കൾ വാസ്തവത്തിൽ എങ്ങനെയുള്ളവരാണ്? ദേ വേർ ഷെപ്പേർഡ്സ്, ഇടയന്മാരാണ്. അവരുടെ സിമ്പലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടി എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, നീ അത് ഈ ഹോളി ഗ്രൗണ്ടിലേക്ക് ഇടുക. എങ്ങോട്ടാണ് ഇടേണ്ടത്? കാര്യം അതിൻ്റെ മുകളിൽ പറയുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണ്? വിശുദ്ധ സ്ഥലമാണ്. ആ വിശുദ്ധ സ്ഥലത്തേക്ക് ഇടുക എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് ഇതാണ്, ഇസ്രായേൽ എൻ്റെ മുമ്പിലേക്ക് വീഴുക എന്നാണ്. ഇസ്രായേൽ എൻ്റെ മുമ്പിലേക്ക് വീഴുകയാണെങ്കിൽ ഞാൻ അവരെ ഒരു സർപ്പമാക്കി തീർക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. വെറും ജീവനില്ലാത്ത ഒരു ഉണക്കക്കമ്പ് പോലെയാണ് അവരെ തന്നെ ഇപ്പോൾ കണക്കാക്കുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജീവനില്ലാത്ത ഒരു ഉണക്കക്കമ്പല്ല, നിങ്ങൾ ആക്രമിക്കുവാൻ ശക്തിയുള്ളതായ ഒരു സർപ്പമാണ്. അത് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മോശയോട് പറയാണ്, നീ ഇത് താഴേക്കിടുക. അത് ഇട്ടപ്പോൾ അതൊരു വടിയായി തീർന്നു. ഇത് കണ്ടിട്ട് മോശ ഓടിപ്പോയി. മോശ പറഞ്ഞു, എനിക്ക് ഇസ്രായേലിനെ, കാര്യം ഇപ്പോൾ സർപ്പമായി തീർന്നാൽ അത് ആര് തന്നെയാണ്? ഇറ്റ് ഈസ് ഇസ്രായേൽ. എനിക്ക് ഇസ്രായേലിനെ നയിക്കാനുള്ള ശക്തിയില്ല, അതുകൊണ്ട് ഇവൻ ഓടിപ്പോവുകയാണ്. പേടിച്ചോടിപ്പോവുകയല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പലപ്പോഴും ഈ ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. മോശ ഒരു പാമ്പിനെ കണ്ട ഓടിപ്പോകുന്ന ആളാണെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഒരു പാമ്പിനെ കണ്ടാൽ ഉടനെ തന്നെ ഓടിപ്പോകുന്ന ഒരാളാണ്. ഒന്നാമത് ഈജിപ്തിൽ 40 വർഷം ധീരനായി ജീവിച്ച ആളാണ്.
അത് തന്നെയല്ല, 40 വർഷം ഈ മരുഭൂമിയിൽ കഴിഞ്ഞ വ്യക്തി പാമ്പിനെ കാണാതാണോ ജീവിച്ചേ? അവൻ എത്രയോ സർപ്പങ്ങളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അവൻ ഓടിപ്പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പേടിച്ചോടിപ്പോവുകയല്ല, അവൻ ഇസ്രായേലിനെ നയിക്കാനുള്ള അവൻ്റെ റിലക്റ്റൻസ് അവിടെ കാണുന്നത്. പക്ഷെ കർത്താവ് പറയാണ് അതിൻ്റെ വാലിൽ പിടിച്ച് നീ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറയാണ്, ഞാൻ നിന്നെയാണ് ഈ സർപ്പമായി തീരുന്ന ഇസ്രായേലിനെ നിയന്ത്രിക്കേണ്ടതിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് അവൻ്റെ കയ്യിൽ ഒരു വടിയായി തീർന്നു. എന്നിട്ട് പറയാണ്, നീ ഇത് കൊണ്ടുപോയി അവരെ കാണിക്കുമ്പോൾ അവർ മനസ്സിലാക്കും എന്ത്? ഇസ്രായേൽ വെറും ഒരു ഉണക്ക വടിയല്ല, ദൈവത്തിന് അവരെ ഒരു സർപ്പമാക്കി തീർക്കുവാൻ കഴിയും. അങ്ങനെ സർപ്പമായിത്തീരുന്ന ഇസ്രായേലിനെ അതിൻ്റെ വാലിൽ പിടിച്ച് നിയന്ത്രിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് മോശയാണ് എന്നുള്ളത് ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കേണ്ടതിനുള്ള അടയാളമാണ് വടി നിലത്തിടുക എന്ന് പറയുന്നത്. ഇനി ഫറവോൻ്റെ മുമ്പിലെ അടയാളം എന്താണ്? ഫറവോൻ്റെ മുമ്പിലെ അടയാളം എന്ന് പറയുന്നത് വടി നിലത്തിട്ടപ്പോൾ സർപ്പമായതല്ല. വേറൊരു കാര്യം, ഇവിടെ രണ്ടിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ രണ്ടാണ്. മലയാളത്തിൽ സർപ്പമെന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. മരുഭൂമിയിൽ വടി താഴെ ഇടുമ്പോൾ അത് സർപ്പമായി തീരുന്നെങ്കിൽ ഫറവോൻ്റെ മുമ്പിൽ അഹരോൻ വടിയിട്ടപ്പോൾ അത് സർപ്പമായി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും എബ്രായ ഭാഷയിൽ അതൊരു വ്യാളിയായി തീർന്നു എന്നാണ്. വ്യാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീരാളിയായി തീരുക. പല കാലുകളുള്ള നീരാളിയായി തീർന്നു, വ്യാളിയായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഈജിപ്തിൻ്റെ അടയാളമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാളി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഫറവോനോട് പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇനിയിപ്പോൾ ഈജിപ്തിൻ്റെ കയ്യിലല്ല നിയന്ത്രണം, ഈജിപ്റ്റ് അല്ല ഇനി വ്യാളിയായി തീരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പല കരങ്ങൾ കൊണ്ട് ചേർത്ത് ഞെരുക്കുന്ന ഒരു വ്യാളി എന്ന നിലയിലാണ് ഈജിപ്റ്റ് അതിനെ തന്നെ കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ അത് ഈജിപ്റ്റ് അല്ല, ഇപ്പോൾ അത് ഇസ്രായേലാണെന്നാണ് ദൈവം ഫറവോനോട് പറയുന്നത്. ഫറവോൻ പറഞ്ഞു, ഇല്ല, എനിക്കുമുണ്ട് അതുപോലെ തന്നെ ആൾക്കാർ. അവനെന്ത് ചെയ്യുന്നു? അവനും അവൻ്റെ ക്ഷുദ്രക്കാരെ വിളിച്ച് വടി താഴെയിട്ട് കഴിഞ്ഞപ്പോൾ അതും എന്തായി തീർന്നു? വ്യാളിയായി തീർന്നു. ആ സെയിം വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് അഹരോൻ്റെ വടി മറ്റു വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഇതാണ് ഫറവോനുള്ള അടയാളം. അതായത് ദൈവം ഫറവോനോട് സംസാരിക്കുന്ന ഇതാണ്, നീ വ്യാളിയാണെന്ന് നീ ഇത് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഇസ്രായേൽ എന്ന വ്യാളി മിസ്രൈമിലെ വ്യാളികളെ വിഴുങ്ങിക്കളയും എന്നുള്ളതാണ് അവിടുത്തെ അടയാളം അല്ലെങ്കിൽ സന്ദേശം. അതെവിടെയാണ് നമ്മൾ സംഭവിക്കുന്നത് അറിയാമോ? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വാക്യങ്ങൾ ഒന്നും വായിച്ചു പോകുന്നില്ല. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ചെങ്കടലിൻ്റെ കരയിൽ വന്നു. ചെങ്കടലിൻ്റെ കരയിൽ അവരെ വളരെയേറെ വിഷമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോഴത്തേക്ക് പുറകിൽ ഫറവോൻ്റെ സൈന്യം, മുന്നിൽ ചെങ്കടൽ, രണ്ട് സൈഡിലും മലകൾ. അവർക്ക് രക്ഷപ്പെടാനായിട്ട് മാർഗമില്ലാത്ത ഒരു സ്റ്റേജ് വന്നിരിക്കുകയാണ്. അവർക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലാത്തൊരു സ്റ്റേജ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഫറവോന് ഭയങ്കര സന്തോഷം ഉണ്ടായി കാണും. 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഫിലിമിനകത്ത് ഫറവോൻ ഇത് കണ്ട് കഴിയുമ്പോഴത്തേക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ഇസ് എ പുവർ ജനറൽ. ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുന്നത് ഒരു പുവർ ജനറൽ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കൊണ്ടത്തരത്തക്ക രീതിയിൽ ഇവരെ എല്ലാവരെയും കൂടെ ഈ സമുദ്രത്തിൻ്റെ തീരത്ത് പാളയമിറങ്ങാൻ പറഞ്ഞ ദൈവം ഒരു പുവർ ജനറലാണ്, അവന് യുദ്ധം നയിക്കാൻ അറിയാൻ വയ്യാത്തവനാണെന്ന് ഫറവോൻ പറയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനിങ് എത്ര മനോഹരമായിരുന്നെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ മക്കളെ, ഞാൻ ഇതിനിടയ്ക്ക് കയറി പറയാണ്, ദൈവം എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ മക്കളെ, നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഈ വേദപുസ്തകം ശരിയായിട്ട് വായിക്കാത്തതുകൊണ്ട് നമുക്കൊരു സംശയമുണ്ട്. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ മിസ്രൈമിൽ നിന്ന് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് അറിയാതെ ചെങ്കടൽക്കരയിൽ വന്നു, അവർക്ക് വഴി അറിയാൻ വയ്യാതായിരിക്കും. അങ്ങനെ ചെങ്കടൽ മുന്നേ വന്നു, പുറകിൽ ഫറവോൻ്റെ സൈന്യം വന്നു, രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ രക്ഷപ്പെടാൻ മാർഗ്ഗമില്ലാത്ത ഒരു പ്രതിസന്ധിയുടെ സമയത്ത് അവർ കരഞ്ഞു, അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവർക്ക് വലിയൊരു വിടുതൽ നൽകി. പ്രിയമുള്ളവരെ, അവരങ്ങനെ അറിയാതെ അവിടെ വന്നതൊന്നുമല്ല. നിങ്ങൾ വായിച്ചാൽ അറിയാം, അവിടെ കർത്താവ് അവരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ കടലിൻ്റെ തീരത്ത്, സമുദ്രത്തിൻ്റെ തീരത്ത് പാളയം ഇറങ്ങുക എന്നുള്ളത് കർത്താവ് അവരോട് ആവശ്യപ്പെട്ടതാണ്. ഈ ചെങ്കടൽ കടത്തി ഇവരെ കൊണ്ടുപോകുക കർത്താവ് അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്ത കാര്യമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. 2, കർത്താവിന് മറ്റൊരു പ്ലാനിങ്ങുകളും ഉണ്ടായിരുന്നു. എന്നറിയാമോ? ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ കരഞ്ഞു. കാര്യമൊക്കെ ശരിയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ഇന്ന് കാണുന്ന മിസ്രൈമിനെ നീ നാളെ കാണുകയില്ല എന്ന് പറഞ്ഞു. വടി നീട്ടി ചെങ്കടൽ 2 പിളർന്നു. അവർ ഉണങ്ങിയ നിലത്ത് എന്നതുപോലെ നടന്ന് അക്കരെ കയറി.
അവരുടെ വലിയ വിടുതൽ നടന്നു. എന്നാൽ അവരുടെ പിന്നാലെ ആരും വരികയാണ്? മിസ്രൈമ്യ സൈന്യവും ഫറവോനും സൈന്യവും വരികയാണ്. ഫറവോൻ്റെ സൈന്യം കയറി വരുമ്പോൾ മോശയുടെ ഷെപ്പേർഡ് സ്റ്റാഫാണ് വീണ്ടും ഈ സമുദ്രത്തെ മടക്കി വരുത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയോ? ഫറവോൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ മുമ്പോ കാണിച്ച ആ അടയാളമാണ് ഇവിടെ നടക്കുന്നത്. എന്ത്? മോശയുടെ അല്ലെങ്കിൽ അഹരോൻ്റെ വടി മിസ്രയീമിലെ വ്യാളികളെ വിഴുങ്ങിക്കളയുന്ന അതേ സംഭവം ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. എങ്ങനെ? ഫറവോൻ്റെ സൈന്യത്തെ ആ ഇസ്രായേലിൻ്റെ വ്യാളി വന്ന് മുഴുകിക്കളയുന്ന, മൂടിക്കളയുന്ന, അതായത് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ദൈവം കാണിച്ച അത്ഭുതം അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതൊരു അത്ഭുതമല്ല. എന്തായിരുന്നു? അടയാളമായിരുന്നു, ദൈവത്തിൻ്റെ ഭാഷയായിരുന്നു. ഇറ്റ് വാസ് ഗാഡ്സ് ലാംഗ്വേജ്. ദൈവം എന്തിനാണെന്നറിയാമോ ഇസ്രായേൽ മക്കളെ ഈ മരുഭൂമിയിലൂടെ ഈ നദിയുടെ തീരത്ത് തന്നെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ തീരത്ത് തന്നെ കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവരെ ചെങ്കടൽ കടത്തുക എന്നുള്ളത് മാത്രമല്ല, മിസ്രൈമ്യരെ മുക്കിക്കളയുക എന്ന ലക്ഷ്യവും ദൈവത്തിനുണ്ടായിരുന്നു. ഒരു ബിഷപ്പ് ഒരിക്കൽ ഒരു സഭയിൽ ചെന്ന് പ്രസംഗിച്ചു. ഈ ചെങ്കടൽ നമ്മളിവിടെ കടക്കുന്ന റെഡ് സീ എന്ന് പറയുന്നത്, അവിടെ നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് അത്രയും വലിയ വെള്ളമൊന്നുമില്ല, മുട്ടറ്റം വെള്ളമേ ഉള്ളൂ. ആ മുട്ടറ്റം വെള്ളത്തിലൂടെ ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടെ അങ്ങ് കയറിപ്പോയെന്നുള്ളതേ ഉള്ളൂ. അതിന് നിങ്ങൾ ഇത്ര വലിയ അത്ഭുതമൊന്നും വിളിക്കേണ്ട കാര്യമില്ലെന്ന് ഒരു ബിഷപ്പ് ഇങ്ങനെ പ്രസംഗിച്ചു. അപ്പം അവിടെ ഇരുന്ന ഒരു വിശ്വാസി ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ്. ഉടനെ ബിഷപ്പ് ചോദിച്ചു, എടാ ഇത് പറഞ്ഞത് എന്തിനാണോ താൻ ഇത്ര വലിയ ഹല്ലേലൂയ പറയുന്നത്? ഇത് വലിയ, ഞാൻ അതൊരു അത്ഭുതമല്ലെന്നല്ലേ പറഞ്ഞ്. തിരുമേനി, ഞാൻ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നതിനല്ല സ്തോത്രം പറഞ്ഞ്. പിന്നെ അല്ല, തിരുമേനി പറഞ്ഞില്ല അത് മുട്ടറ്റം വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതൊരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ സ്തോത്രം പറഞ്ഞത് ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ ഫറവോനെ സൈന്യത്തെ ദൈവം മുക്കിക്കളഞ്ഞതെന്ന് ഓർത്താ. ഇങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയോ ഒക്കെ ചെറുതാക്കി കാണിക്കാൻ ആളുകൾ പറയുമ്പോൾ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, അതവർ പറഞ്ഞോട്ടെ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുന്ന ആ അടയാളം അതുപോലെ തന്നെ എന്ത് നടക്കുകയാണ്? ഈ ചെങ്കടൽ കരയിൽ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഈ ചെങ്കടൽ കടന്ന് അക്കരെ ചെന്നാൽ അവർ പിന്നീട് ഫറവോൻ്റെ രാജ്യത്തിലല്ല, ഫറവോൻ്റെ രാജ്യത്തിൻ്റെ അതിരാണ് വാസ്തവത്തിൽ ഈ ചെങ്കടൽ എന്ന് പറയുന്നത്. ഈ ഫറവോൻ എത്ര പറഞ്ഞാലും ചെങ്കടലിന് ഇപ്പുറത്ത് നിൽക്കുന്നവരോട് എപ്പോഴും ഫറവോന് എന്തുണ്ട്? അധികാരം ഉണ്ട്. എന്നാൽ ചെങ്കടൽ കടന്ന് അക്കരെ കടന്നാൽ പിന്നെ ഈജിപ്തിന് ഇവരുടെ മേൽ അധികാരമില്ല, കാരണം അവർ വേറൊരു രാജ്യത്തിലാണ്. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഈ ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തിക്കൊണ്ടുപോകുന്നത്. ഇതേപോലെ തന്നെയാണ് വാസ്തവത്തിൽ നമ്മൾ കർത്താവിനെ അംഗീകരിച്ച് അവൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് മുന്നോട്ട് പോകുമ്പോഴും ഉണ്ടാകുന്ന കാര്യമെന്ന് പറയുന്നത്. നമ്മൾ കർത്താവിനെ എത്ര ചിലർ പറയുമല്ലോ, ഞാൻ ഇവിടെ നിന്നാലും കർത്താവിനോട് എൻ്റെ സ്നേഹം എന്നൊക്കെ പറയുമല്ലോ. നിങ്ങൾ എത്ര കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാലും, കർത്താവിനെ എത്ര പുറകെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങൾ ചെങ്കടൽ കടന്ന് അക്കരെ ചെല്ലുന്നത് വരെ നിങ്ങളുടെ മേൽ ഫറവോൻ്റെ ലോകത്തിനും ഫറവോൻ്റെ രാജ്യത്തിനും ഒരു അവകാശമുണ്ട്. പക്ഷെ ചെങ്കടൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫറവോന് നിങ്ങളുടെ മേൽ എന്തില്ല? അവകാശമില്ല, അധികാരമില്ല. അതാണ് അവിടുത്തെ ഒരു സിമ്പൽ, ഒരു സൈൻ. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സൈൻ ലാംഗ്വേജാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹീബ്രു മൈൻഡിൽ നമ്മളിത് കാണുകയാണെങ്കിൽ ഭയങ്കര അർത്ഥപൂർണമായ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും വരട്ടെ. ഞാൻ പറഞ്ഞത് അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും, ഒരു വ്യക്തി ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും അയാളൊരു വിശുദ്ധനാണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി ചില കാര്യങ്ങളോട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെയും നമ്മുടെ ഒരു പ്രശ്നം, ഒരാൾ അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അയാൾ ഒരു ക്രൂസൈഡിൽ ഒരാൾ സൗഖ്യമായെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ പിന്നീട് ആ വ്യക്തി എന്തോ കാണിച്ചാലും കുഴപ്പമില്ലെന്ന് നമ്മുടെ ചിന്ത. അതുപോലെ ഒരു വലിയ പ്രശ്നമാണ് ഈ പ്രവാചകന്മാരോടുള്ള നമ്മുടെ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്രവാചകൻ എന്തെങ്കിലും പറഞ്ഞ് ശരിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുമല്ലോ, എൻ്റെ ബ്രദറെ പച്ചിലയും കത്രിയും പോലെ അച്ചട്ടാ പ്രവചനം. അവൻ എത്ര അച്ചട്ടായിട്ട് പ്രവചിച്ചാലും നമ്മൾ പ്രവചനത്തിൻ്റെ നിവൃത്തി നോക്കി ഒരു വ്യക്തി കള്ളപ്രവാചകനാണോ നല്ല പ്രവാചകനാണോ എന്ന് പറയാൻ കഴിയത്തില്ലെന്നാണ് വേദവസം പറയുന്നത്. നമ്മുടെ ഒക്കെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഒരു പ്രവാചകൻ ശരിയായ പ്രവാചകനാണോ അല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? അയാൾ പ്രവചിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് തിരക്കിയാണ്. അതാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്നത്. സൂസിയുടെ ജീവിതത്തിൽ ദൈവദാസൻ പറഞ്ഞ കാര്യം നടന്നത് ഞാൻ കേട്ടു, അതുകൊണ്ടാണ് പാസ്റ്ററെ ദൈവദാസനെ ഞാൻ വന്നത്, എന്താ എന്നോടുള്ള ആലോചന എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകന് മുമ്പേ മുട്ടും കുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
പ്രവാചകൻ പറഞ്ഞത് നടന്നാൽ അതിൻ്റെ അർത്ഥം ഇയാളൊരു വിശുദ്ധനായ മനുഷ്യനാണെന്നുള്ള ചിന്ത കൊണ്ടാണ്. വേദോസം പറയുന്നത് പ്രവാചകൻ പറഞ്ഞത് നടന്നാലും അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ലെന്ന്. ആവർത്തന പുസ്തകം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞും കൊണ്ട് അവൻ അടയാളമോ അത്ഭുതമോ അറിയിക്കുകയും, നോക്കണം, അവൻ അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും, അതായത് പ്രവചിക്കുകയും, എന്താ പിന്നെ എഴുതിയിരിക്കുന്നത്? അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ, സംഭവിച്ചില്ലെങ്കിലല്ല, ഞാൻ വേദപുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം, സംഭവിച്ചില്ലെങ്കിലല്ല, അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. ഇത് വേറെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ല കേട്ടോ, ബൈബിൾ സൊസൈറ്റി അടിച്ച പുസ്തകത്തിൽ നിന്ന്, വേറെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഒന്നുമല്ല, തർജ്ജിമയിലെ വ്യത്യാസമൊന്നുമല്ല. കാരണം ഒരു പ്രവാചകനെ അറിയുന്നത് അവൻ പ്രവചിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവൻ നിന്നെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പ്രവാചകൻ നിന്നെ യഹോവയെങ്കിലേക്കാണോ ദൈവത്തിങ്കിലേക്കാണോ അടുപ്പിക്കുന്നത്, അതോ അന്യദൈവത്തിങ്കിലേക്കാണോ? അന്യദൈവത്തിങ്കിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, എൻ്റെ ബ്രദർ അതെന്തോ അവരെന്നാ ശബരിമലയ്ക്ക് പോകാൻ പറയുന്നു, തിരുപ്പതി പോകാൻ പറയുന്നു, ഒന്നുമില്ലല്ലോ. അതല്ല അന്യദൈവം എന്ന് പറയുന്നത്. അന്യദൈവം എന്ന് പറയുന്നത് അവൻ നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത് പണത്തോടാണോ, കൂടുതൽ അടുപ്പിക്കുന്നത് പദവികളോടാണോ, കൂടുതൽ അടുപ്പിക്കുന്നത് അധികാരത്തോടാണോ? അവൻ നിങ്ങളെ ദൈവത്തോടാണോ അധികാരത്തോടാണോ അടുപ്പിക്കുന്നത്? എങ്ങോട്ടാണ് നയിക്കുന്നത്? അന്യദൈവത്തിങ്കലേക്ക്. ഒരു പ്രവാചകൻ പറഞ്ഞ കാര്യം നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അവൻ നിന്നെ എവിടേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അധികാരമോഹത്തിലേക്ക് നയിക്കാൻ പ്രവാചകന്മാർ പുറകെ നടന്ന് നിന്നെക്കുറിച്ചുള്ള ആലോചന എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ വാക്ക് നീ കേട്ടനുസരിക്കരുത്. ദൈവം അധികാരമോഹികളുടെ ദൈവമല്ല. ഞാൻ ചിലപ്പം തമാശക്കാരൻ പറയാറുണ്ട്, സക്കായി കർത്താവിനെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അത്തിയിൽ നിന്ന് നേരെ ഇറങ്ങി വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കാം, ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം. കർത്താവ് പറഞ്ഞു, ഇപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ സന്തതിയായെന്ന്. നമ്മളാണെങ്കിൽ ഇറങ്ങുമ്പോഴേ ആ ഇറക്കത്തിൽ തന്നെ പറയുന്നത്. കർത്താവ് പറഞ്ഞു, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. നമ്മളാണെന്നേ പറഞ്ഞേനേയും, സക്കായിയെ വേഗം ഇറങ്ങി വാ, നീ ഇപ്പോൾ ഒരു ടാക്സ് കളക്ടർ ആണെങ്കിൽ നിന്നെ ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ആക്കാൻ പോകുകയാണ്. അങ്ങനെ ഒരു പ്രവാചകൻ പറഞ്ഞാൽ അവൻ നിന്നെ മോഹങ്ങളിലേക്ക് നയിക്കുകയാണ്. പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് മോഹിക്കരുത് എന്ന് പറയുന്നത്. പ്രവാചകന്മാർ വന്ന് നിങ്ങളെ മോഹങ്ങളുടെ ആ മോഹങ്ങൾ മുളപ്പിച്ച് മോഹത്തിൻ്റെ ലോകത്തിലാണ് വളർത്തുന്നത്. നിങ്ങളെ മറ്റൊരു ദൈവത്തിങ്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. പണത്തിൻ്റെ മോഹത്തിലേക്കും പദവികളുടെ മോഹത്തിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പ്രവാചകൻ, അവൻ പറഞ്ഞത് എത്ര അച്ചട്ടാണെങ്കിലും അവൻ്റെ വാക്ക് നിങ്ങൾ കേട്ടനുസരിക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എലീശായെക്കുറിച്ച് ഈ സ്ത്രീ പറയുന്ന പ്രവചനം അച്ചട്ടായതുകൊണ്ട് ഇവൻ ഒരു നല്ല പ്രവാചകനാണെന്നല്ല പറയുന്നത്, അവൻ വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 15 ഓൺവേർഡ്സ് വായിക്കുമ്പോൾ, ഞാൻ വാക്യങ്ങൾ മാത്രം വായിച്ച് പെട്ടെന്ന് പറയാം. അവിടെ എഴുതിയിരിക്കുന്നത് വേഴ്സ് 15 കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. അവരുടെ ഫലങ്ങളാൽ, ഫലം കണ്ടിട്ടാണ് നിങ്ങളവരെ അറിയേണ്ടത്, അല്ലാതെ അവരുടെ പ്രവചനം കേട്ടിട്ടല്ല. പ്രിയമുള്ളവരെ, ഈ പ്രവചന വരം എനിക്കുമുണ്ട്. പക്ഷേ നിങ്ങളാരും പായിട്ടൊന്നും എൻ്റെ മുമ്പിൽ ഇരിക്കാൻ വേണ്ട, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരാനും പോകുന്നില്ല. ഇവിടെ പ്രവചിക്കാൻ ഒരാളും ഭൂതശാന്തിക്ക് ഒരാളും രോഗശാന്തിക്ക് ഒരാളും വേറെ വേറെ ഉണ്ടല്ലോ. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലം, അവിടെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ ദൈവത്തിന് പ്രയാസമായതുകൊണ്ട് ദൈവം ഇതെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച ഭൂതങ്ങൾ പുറത്തു പോകുന്നുമുണ്ട്, ഞാൻ അവരോട് പ്രവചനവും പറയുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പ്രവാചകന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, കൊതിക്കറിവ് കൊണ്ടല്ല ഈ ചീത്ത വിളിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ഈ കാര്യം പറയുന്നതെന്ന്.
ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, തിയോളജിക്കൽ ഡിഗ്രി അതുകൊണ്ടൊരു കാര്യവും ഇല്ലെന്ന് പറയണമെങ്കിൽ അവതരണം എൻ്റെ പോക്കറ്റിലും ഉണ്ട്. ഇല്ലെങ്കിൽ പറയും ഇതില്ലാത്തത് കൊണ്ടാണ് പറയുന്നതെന്ന് പറയും. ഇല്ലാത്തത് കൊണ്ടല്ല, പ്രവചനമില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രവാചകനെ അറിയുന്നത് അവൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തി നോക്കിയല്ല. പ്രവാചകനെ അറിയുന്നത് അവൻ്റെ ഫലം കണ്ടുകൊണ്ടാണ്. ഫലം വേണം. ഫലം, ഫ്രൂട്ടാണ് പ്രധാനപ്പെട്ട വിഷയം. ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് അവൻ്റെ ലൈഫും അവൻ്റെ ഉപദേശവും. നമ്മൾ 1 Timothy chapter 4:16 വായിക്കുമ്പോഴത്തേക്ക് നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഈ ലൈഫും ഉപദേശവും ഒരുമിച്ച് കൊണ്ടുപോകുന്നവൻ മാത്രമേ വിശുദ്ധനാകുന്നുള്ളൂ. ചില കൾട്ട് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്, വളരെ വിശുദ്ധന്മാരായ ജീവിതമായിരിക്കും, പക്ഷേ അവരുടെ ഉപദേശം തെറ്റായിട്ടുള്ളതാണ്. ഒരുപക്ഷെ വളരെ വിശുദ്ധരായി ജീവിക്കുന്ന ആളുകൾ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരുണ്ട്. അവരുടെ പുറകെ പോകരുത്. അതേപോലെ തന്നെ പ്രധാനമാണ്, എത്ര നല്ലതായിട്ട് ഉപദേശം പറഞ്ഞാലും എത്ര പ്രവചനം പറഞ്ഞാലും അവൻ്റെ ലൈഫ് മോശമാണെങ്കിൽ അവൻ്റെ പുറകെ പോകരുത്. ഇത് രണ്ടും ശ്രദ്ധിച്ച് വേണം, ഫലം നോക്കി വേണം ഒരാളെ തിരഞ്ഞെടുക്കാൻ. പക്ഷേ ഈ ഫലത്തിൻ്റെ പ്രത്യേകത, ഫലം എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത, അതിന് ചിലപ്പോൾ സമയമെടുക്കും, കുറച്ച് സമയമെടുക്കും. ഒറ്റയടിക്ക് കയറി ഒരാളെ വിശുദ്ധൻ എന്നൊന്നും വിളിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. നമ്മളൊന്ന് വെയിറ്റ് ചെയ്തെന്നിരിക്കും, സമയമെടുത്ത് പഠിക്കണം. ഇപ്പോൾ ഇവിടെ ശൂന്യക്കാരത്തിയുടെ കാര്യം അതാണ്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ വെച്ച് ആയിരിക്കും, ഞാൻ ആണെന്ന് അവിടെ എഴുതിയിട്ടില്ല, ഒരു മീറ്റിങ്ങിൽ വെച്ച് എലീശ പ്രവാചകൻ പ്രസംഗിക്കുന്നത് കേൾക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ. എലീശ പ്രവാചകൻ ഇന്നത്തെ ആളുകളെ പോലെ ഗിമ്മിക്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗെയിമിങ്സ് ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരാണ് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളെല്ലാവരും മുന്നോട്ട് വന്നത്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ ശൂന്യക്കാരത്തിൽ നേരത്തെ തന്നെ പോയി കണ്ടേനേമായിരുന്നല്ലോ. അതിൻ്റെ അർത്ഥം പുള്ളിയുടെ ക്രൂസൈഡിൽ എന്താണെങ്കിലും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയൊന്നും നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഉണ്ടായിരുന്നെങ്കിൽ ശൂന്യക്കാരത്തിൽ നേരത്തെ തന്നെ പോയേനെ. അപ്പോൾ അതൊന്നും കണ്ടിട്ടല്ല, ഈ മനുഷ്യൻ സംസാരിക്കുന്ന കാര്യങ്ങൾ, പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള ആലോചന പറയുന്നത് കേട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നാച്ചുറലി എലീശയെ ശൂന്യക്കാരത്തിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട വ്യക്തി ഈ സ്റ്റേജിൽ വെച്ച് കണ്ട ആളെ പിന്നെ കാണുന്ന എപ്പോഴാണെന്നറിയാമോ? ഇവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഈ എലീശ നടന്നു പോകുന്നത് കണ്ടപ്പോഴാണ്. എലീശായുടെ സ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാം, ബൈബിളിലും നിങ്ങൾ മാപ്പ് നോക്കിയാൽ അറിയാം. ആബേൽ മെഹോല എന്ന് പറയുന്ന സ്ഥലമാണ് എലീശായുടെ സ്ഥലം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 16 വാക്യം വായിക്കുമ്പോൾ അവിടെ എലീശായുടെ സ്ഥലം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ എലീശായുടെ ഒരു റിട്രീറ്റ് പ്ലേസ് ആണ് ശരിക്കും കർമ്മേൽ എന്ന് പറയുന്നത്. അവിടെയാണ് എലീശ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആബേൽ മെഹോല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ കർമ്മേലിലേക്ക് പോകുന്നതിന് ഇടയ്ക്കുള്ള എക്സാക്ട്ലി നടുക്കുള്ള സ്ഥലമാണ് ശൂന്യം എന്ന് പറയുന്നത്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ദൂരം നടന്നു പോവുകയാണ്. അപ്പോൾ ഈ വഴിയിലൂടെ നടന്നു പോകുന്ന എലീശായും ശിഷ്യനെയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ത്രീ പെട്ടെന്ന് മനസ്സിലാക്കി, ഇദ്ദേഹമല്ലേ നമ്മുടെ മീറ്റിങ്ങിന് പ്രസംഗിച്ച എലീശ, ഇദ്ദേഹമല്ലേ ഇന്ന കാര്യങ്ങൾ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഇവർ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിരുന്ന ഒരു കാര്യം, ഈ വ്യക്തി കുതിരകളുടെ പുറത്തല്ല പോകുന്നത്, പരിവാരങ്ങളില്ല, ബഹളങ്ങളില്ല, അവരെന്ത് ചെയ്യാണ്? ദേ വർ വാക്കിംഗ്, നടന്നു പോകുകയാണ്. അത് തന്നെ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ വ്യക്തി ആരെയും നമ്മളൊരു പ്രശ്നമുണ്ടല്ലോ, അല്പം ഒരു ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആളുകളും പരിവാരങ്ങളും വലിയ ബഹളങ്ങളുമായിട്ടൊക്കെ നടക്കത്തുള്ളൂ, അല്ലാതെ ഒരുമാതിരി മാനം മര്യാദയ്ക്ക് നടക്കത്ത് പോലുമില്ല. കുറച്ച് ശുശ്രൂഷ എന്തെങ്കിലും ഒന്ന് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലൈഫേ വ്യത്യാസമോ. പക്ഷേ എലീശായുടെ കാര്യം അങ്ങനൊന്നുമല്ല. എലീശായ്ക്ക് ഇത്രയും വലിയ ശുശ്രൂഷയൊക്കെ ഉണ്ടായിട്ടും എലീശ എന്ത് ചെയ്യാണ്? കൂളായിട്ട് ശിഷ്യനെയും കൂട്ടി ഹി വാസ് വാക്കിംഗ്. ജാടകളൊന്നും ഇല്ലാത്ത വ്യക്തിയായിരുന്നു ആര്? എലീശ ഒരു ജാടയും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. ഈ പ്രസംഗകരും പ്രവാചകരും ഒക്കെ ഈ ജാട കാണിക്കുമ്പോൾ എനിക്ക് തോന്നി, എന്ത് ഇവർ ഇത്ര വലിയ കിടന്ന് ചാടാനുള്ള കാര്യം? അവിടെ ഒരു ചിന്ത ഇവർ വലിയ ആൾക്കാരാണെന്ന്. അങ്ങനെ ഒരു ശുശ്രൂഷയല്ല ഒരു ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ശൂന്യക്കാരത്തി ഈ പ്രവാചകൻ കാൽനടയായി പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ, അവൾ ഇവനെ ഭക്ഷണത്തിന് നിർബന്ധിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. എലീശ ചെന്ന് കയറി ചോദിക്കുമൊന്നുമല്ല, നിർബന്ധിച്ചു. ഇത് രണ്ടു കൂട്ടരുടെയും കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് നമ്മൾ ശൂന്യക്കാരത്തെക്കുറിച്ചുകൂടെ പഠിക്കണം. ശൂന്യക്കാരത്തി എത്രയും നല്ല ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കണം. അവൾ പോയി നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കുകയോ പണം കൊടുക്കുകയോ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു ഔദാര്യം എന്ന നിലയിൽ ചെയ്താൽ ദൈവം അത് സ്വീകരിക്കത്തില്ല. ഇവിടെ ശൂന്യക്കാരത്തി എലീശായ്ക്ക് ഒരു ഔദാര്യം ചെയ്യുന്നത് പോലെ അല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? എലീശയോട് ചെന്ന് പറയാണ്, യജമാനനെ എൻ്റെ ഭവനത്തിൽ വരണമേ. അതായത് നീ വന്ന് എൻ്റെ ഭവനത്തിൽ ഭക്ഷണം കഴിച്ചാൽ അത് എനിക്ക് നീ ചെയ്യുന്ന ഒരു ഉപകാരമാണെന്ന്. അങ്ങനെ പറയിക്കണമെങ്കിൽ അങ്ങനെ ഇടപെടുകയും വേണം. ദൈവത്തിൻ്റെ ഭൃത്യൻ ഇരക്കുന്നവനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈസ് നോട്ട് എ ബെഗർ.
എന്നാൽ ദൈവത്തിനും ദൈവത്തിൻ്റെ ദാസന്മാർക്കും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും കൊടുക്കുന്നത്, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മളുടെ ഒരു പ്രത്യേകത, നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എങ്ങനെയാണ് കൊടുക്കുന്നത്? താഴോട്ടിടുക. അപ്പോൾ നമ്മുടെ കൈ മുകളിലും വാങ്ങിക്കുന്ന ആളുടെ കൈ താഴെ. അത് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ മോളിൽ നിന്ന് താഴോട്ടെ കൊടുത്ത് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ദൈവത്തിന് അങ്ങനെ കൊടുത്താൽ ദൈവം എടുക്കത്തില്ല, ദൈവം അത് സ്വീകരിക്കത്തില്ല. ദൈവത്തിന് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലം നമുക്കറിയാമല്ലോ, ദൈവത്തിന് അർപ്പിക്കുകയാണ്. കരങ്ങളിലെടുത്ത് മുകളിലോട്ട് പിടിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളത് അതിനകത്തുനിന്ന് എടുക്കും. നമുക്കുള്ളത് എല്ലാം കരങ്ങളിലെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ദൈവത്തിന് മോളിൽ നിന്ന് താഴോട്ട് ഇട്ടുകൊടുക്കുകയല്ല വേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ശൂന്യകാലത്തെ അവിടെ പോയി നിർബന്ധിച്ചു, ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചു. ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് ഔദാര്യം ചെയ്യുന്നത് പോലെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിലും അതൊരു ഔദാര്യം ചെയ്യുന്ന പോലെ ചെയ്യുന്നത്, മനുഷ്യനെ എംബ്രാസ് ചെയ്യുന്ന, അതൊരു ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ അബ്രഹാം, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അബ്രഹാം അതിലെ വഴിയെ പോയ അതിഥികളെ സ്വീകരിക്കാനായിട്ട് അവരുടെ അടുത്ത് ചെന്ന് പറയുന്ന ഭാഗം വായിച്ചാൽ നമുക്ക് വലിയ അത്ഭുതം തോന്നും. എങ്ങനെയാണ് ഈ മനുഷ്യൻ ചെന്ന് സംസാരിക്കുന്നതെന്ന്. അബ്രഹാം എന്ത് ചെയ്യുന്നറിയാം? അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ്, യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ, അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിൻ്റെ കീഴിലിരിപ്പീൻ, ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം, ഇതിനായിട്ടല്ലോ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. നോക്ക്, നിലം വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ചെന്ന്. നമ്മളാണെങ്കിൽ എന്ത് വേണം? നിലം വരെ കുനിഞ്ഞ് നമ്മൾ നമസ്കരിച്ച് ആ മിഷൻ ഫീൽഡിലേക്ക് പൈസയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ തിരിച്ചാ സംഭവിക്കുന്നത്. കുനിഞ്ഞ് താഴെ കിടന്ന് കൊടുക്കുക, കുനിഞ്ഞ് താഴെ കിടന്ന് വാങ്ങിക്കുകയല്ല, കുനിഞ്ഞ് താഴെ കിടന്ന് കൊടുക്കുകയാണ്, നിലത്ത് കിടന്ന് കൊടുക്കുകയാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആത്മീകൻ്റെ കൊടുപ്പെന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ മാനുഷികമായ കാര്യമാണ്. ഈ നമ്മൾ വഴക്കുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ലോത്ത് പോലും നമ്മളെക്കാൾ ഭേദമാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ വേദപുസ്തകത്തിലെ ദുഷ്ട കഥാപാത്രങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നവരുണ്ടല്ലോ, അവരും നമ്മളെക്കാൾ നല്ല ആളുകളാണ്. ലോത്ത് ഈ അതിഥികളെ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ലോത്ത് അവരെ കണ്ടിട്ട് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു, യജമാനന്മാരെ, അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പീൻ, കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. ലോത്ത്, അബ്രഹാമല്ല, ലോത്ത്. നമ്മളെങ്ങനെയാണ് ആളുകൾക്ക് കൊടുക്കുന്നത്? ശൂന്യകാലത്തിൽ കൊടുക്കുന്നത് അവർ ചെന്ന് നിർബന്ധിച്ച് പറയാണ്. കൊടുക്കുന്ന ആളുകൾ, നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വാങ്ങിക്കുന്നവൻ, അവൻ വാങ്ങിച്ചത് ദൈവത്തിൽ നിന്നാണെന്നും മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തന്നവൻ്റെ പുറകെ പിന്നെയും പോകത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മൾ വാങ്ങിക്കുന്നത് ഇന്ന അച്ചായനിൽ നിന്നാണെങ്കിൽ അച്ചായനെ പിന്നെ കാണുമ്പോൾ പെട്ടെന്ന് മുണ്ടൊക്കെ അടിച്ച് താഴെ ഇടും. നമ്മളെ സഹായിക്കുന്ന അച്ചായനൊന്നും അല്ലെന്ന് മനസ്സിലാക്കണം. ആരാണ്? ഇറ്റ് ഈസ് ഗാഡ്. ഗിവ് ടു ദ ലോർഡ് ആൻഡ് റിസീവ് ഫ്രം ദ ലോർഡ്. കർത്താവിന് കൊടുക്കുക, കർത്താവിൽ നിന്ന് പ്രാപിക്കുക. അതാണ് വാസ്തവത്തിൽ ആത്മീയമായ കൊടുപ്പും ആത്മീകമായ വാങ്ങിക്കുകയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എലീശ അവരോട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇരുന്ന് ഭക്ഷണം വാങ്ങിക്കുന്നില്ല. ഇരുന്ന് പ്രോഗ്രാമും വാങ്ങിക്കാൻ പാടില്ല. അവർക്ക് ദൈവവചനം കേൾക്കണമെങ്കിൽ അവർ നിങ്ങളെ വിളിക്കും. ഇനി അതല്ല, ദൈവം നിങ്ങൾക്കൊരു സ്പെഷ്യൽ ദൂത് ആർക്കെങ്കിലും വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ചെന്നങ്ങ് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ കാര്യം. അതിനോട് ഞാനങ്ങോട്ട് വരട്ടെ എന്നൊന്നും പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എലീശ അങ്ങനെ ആയിരുന്നില്ല. എലീശയെ നിർബന്ധിച്ചു, ഭക്ഷണത്തിന് നിർബന്ധിച്ചു. അവൾ ഒരു ക്ലോസ് വാച്ച് ആഗ്രഹിച്ചെന്നുള്ളതാണ്. അവൾക്ക് അറിയണം എലീശ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന്. ഇനി സ്റ്റേജിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ സ്റ്റേജിൽ കാണുന്ന കാര്യമല്ല അയാളുടെ പ്രൈവറ്റ് ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അയാളുടെ പ്രൈവറ്റ് ടൈമിലെ പ്രൈവറ്റ് ടോക്ക് എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീ എലീശയെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത്, ഭക്ഷണം കൊടുക്കാൻ വിളിച്ച് കയറ്റുന്നത്. പലപ്പോഴും സ്റ്റേജിലെ ടോക്ക് അല്ല, പല സ്റ്റേജിൽ വളരെ വലിയ കാര്യമായിട്ട് പ്രസംഗിക്കുന്ന ആളുകൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വെൻ ദേ ആർ അലോൺ, വെൻ ദേ ആർ വിത്ത് ദെയർ ഫ്രണ്ട്സ്, ഭയങ്കര ലൂസ് ടോക്കാണ്. ഒരു വ്യക്തി വിശുദ്ധനാണോ ഇല്ലയോ എന്നറിയുന്നത് അയാൾ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന അനുസരിച്ചല്ല. അയാളും നിങ്ങളും തമ്മിൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഒന്ന് വെറുതെ ഇരുന്ന് സംസാരിക്കുക.
അന്നേരം എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. മിണ്ടരുതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ 1 മണിക്കൂർ സംസാരിച്ചാൽ 3/4 മണിക്കൂറെങ്കിലും ഇവർ സംസാരിക്കുന്നത് എന്തായിരിക്കും? ഇതുപോലെ ഭൗതികമായ വിഷയങ്ങളാണ്. എന്താണെന്നറിയാമോ? ദേ ആർ നോട്ട് ഹോളി പീപ്പിൾ. എന്നാൽ ഇവിടെ ഈ എലീശായെ കണ്ടു കഴിഞ്ഞ് എലീശായുമായിട്ടുള്ള അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെയുള്ള ആ സമയത്ത് ശരിക്കും ഈ സ്ത്രീ എന്ത് മനസ്സിലാക്കുന്നു? ഇയാളുടെ പ്രൈവറ്റ് ലൈഫും ഇയാളുടെ സ്റ്റേജിലെ ലൈഫും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നതാണ്. നമ്മൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരിടത്ത് ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അയാളുടെ വാക്കും അയാളുടെ പ്രവൃത്തിയും അയാളുടെ ലൈഫും തമ്മിലൊന്നും വ്യത്യാസമില്ലാത്തപ്പോഴാണ് നമ്മൾ പറയുന്നത് ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എലീഷ വാസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി ബിക്കോസ് അയാളുടെ സ്റ്റേജിലെ ലൈഫും അയാളുടെ പേഴ്സണലായിട്ട് സംസാരിക്കാൻ കിട്ടിയപ്പോൾ അയാളുടെ സംസാരം തമ്മിലൊന്നും വ്യത്യാസമില്ല. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ സഭായോഗത്തിന് വന്ന് ഈ സഭാഹോളിൽ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നോ അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഓഫീസിലെയും സംസാരം. ഇവിടെ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നോ അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ വീട്ടിലെ സംസാരം. അങ്ങനെ തന്നെ ആയിരിക്കണം അയൽക്കാരനോട് സംസാരിക്കുമ്പോഴുള്ള സംസാരവും. അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ ബസ്സേ കയറുമ്പോഴും ചന്തയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോഴും. സഭാഹോളിൽ നിങ്ങൾ ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരു വാക്ക് മറ്റൊരു നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ യു ആർ നോട്ട് എ മാൻ, എ പേഴ്സൺ ഓഫ് ഇൻറ്റഗ്രിറ്റി. നിങ്ങൾക്ക് ഇൻറ്റഗ്രിറ്റി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ എലീശായെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രൈവറ്റ് ടോക്ക് തെളിയിച്ചു എന്ത്? ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ കാണുന്നത് പിന്നത്തേതിൽ വേഴ്സ് 8 വായിക്കുമ്പോൾ പിന്നത്തേതിൽ അവൻ ആ വഴിക്ക് പോകുമ്പോഴൊക്കെയും അവിടെ ഭക്ഷണത്തിന് കയറും. ആദ്യം എന്ത് ചെയ്തു? വളരെ നിർബന്ധിച്ചു. പിന്നീട് പ്രൈവറ്റായിട്ട് ആ മനുഷ്യനുമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണ്? ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി. അതുകൊണ്ടാണ് പിന്നീട് പലപ്പോഴും ആ അതിലെ പോകുമ്പോഴൊക്കെ അവിടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് എലീശായും തയ്യാറായി, ശൂന്യം കാര്യത്തിൽ ഭക്ഷണം കൊടുക്കാനും തയ്യാറായി. എന്തുകൊണ്ട്? 2 കൂട്ടർക്കും മനസ്സിലായി ഈ ഹോളിനെസ് എന്താണെന്നുള്ളത്. നമ്മൾ ഇതിനകത്ത് 2 കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ പറഞ്ഞു 2 കാര്യം 2 കൂട്ടർക്കും പറഞ്ഞത്. എലീശായെ വീട്ടിൽ കയറ്റാൻ കുഴപ്പമില്ല എന്നുള്ളത് ആർക്ക് മനസ്സിലായി? ശൂന്യംകാരത്തേക്ക് മനസ്സിലായി. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ശൂന്യംകാരത്തി ഉത്തമയായ ഒരു സ്ത്രീയാണെന്ന് എലീശായ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെയും പോയത്. അല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു. അതുകൂടെ മനസ്സിലാക്കണം. നമ്മളിപ്പം പറയുമ്പോൾ 2 സൈഡും പറഞ്ഞാലേ പറ്റുള്ളൂ. നമ്മൾ ദൈവികരായ അല്ലെങ്കിൽ ആത്മീകരായ വ്യക്തികളാണെങ്കിൽ കാണുന്നിടത്തെല്ലാം കയറി സമയം സ്പെൻഡ് ചെയ്യാനും എല്ലായിടത്തും കയറി എന്തും ചെയ്യാനും ഒന്നും അല്ല ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മളെ വിളിക്കുന്ന വീട്ടിലെ പെണ്ണുങ്ങൾ ഉത്തമരായ സ്ത്രീകളല്ലെങ്കിൽ പിന്നെ അവിടെ പോകണ്ടെന്നങ്ങ് വെക്കണം. പിന്നെ പോയിട്ട് അപകടം പറ്റിയിട്ട് പിന്നെ വല്ലതും ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. കയറി ഇറങ്ങുന്ന വീട്ടിൽ കയറ്റുന്നവനെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. കയറി ഇറങ്ങുന്ന വീടുകളെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. നമുക്ക് ബോധം ഉണ്ടായിരിക്കണം. ഒരു ശുശ്രൂഷകൻ എപ്പോഴും അത് അത് മനസ്സിലായിരിക്കണം. വിളിക്കുന്ന വീട്ടിലെ പെണ്ണുങ്ങൾ നോബിൾ അല്ലെങ്കിൽ ആ സന്ദർശനം അങ്ങ് നിർത്തിയാൽ പിന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് വെക്കണം. 2 ഉണ്ട്. പിന്നീട് പല സമയങ്ങളിൽ അവർ കയറുകയും പോവുകയൊക്കെ ചെയ്ത് ആഫ്റ്റർ മെനി ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പല സമയത്തും ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ അതിലെ പോകുന്ന സമയത്തൊക്കെ കയറി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ ശൂന്യംകാരത്തി സ്ത്രീ അവളുടെ ഭർത്താവിനോട് പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. നൗ ഐ പെർസീവ്. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവ പുരുഷനാണ്. കാര്യം ഞാൻ പല പ്രാവശ്യം അയാളെ നോക്കി, അയാളിൽ എനിക്കൊരു പാളിച്ചയും കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഗഹസിയെക്കുറിച്ച് അവളത് പറയുന്നില്ലായിരിക്കാം, പക്ഷേ എലീശായെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. എന്ത്? ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്. വേറെ അൾട്ടീരിയർ മോട്ടീവ്സ് ഒന്നുമില്ല, വേറെ യാതൊരു രീതിയിലുള്ള ചിന്തകളുമില്ല, അയാൾക്കൊരു ഹിഡൻ അജണ്ടയുമില്ല. അയാൾ ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി. കൃത്യമായിട്ട് ഭർത്താവിനോട് പറയുകയാണ്. ഭർത്താവിനോട് പറയുന്നിട്ട് എന്തിനാണെന്നറിയാം പറയുന്നത്? നമുക്കൊരു കാര്യം ചെയ്യുക, ഞാൻ ഇയാളെ വാച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. അവർക്ക് താമസിക്കാനായിട്ട് ഒരു ചെറിയ മാളിക മുറി നമുക്ക് പണിഞ്ഞു കൊടുക്കാം. ഒരു മുറി പണിഞ്ഞു കൊടുക്കേണ്ട സമയം വന്നപ്പോൾ അവൾ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും ഭക്ഷണം കൊടുക്കാൻ നേരം ഒരു പക്ഷേ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് പ്രത്യേകിച്ച് അനുവാദമൊന്നും വാങ്ങിച്ചെന്ന് തോന്നുന്നില്ല. കാര്യം ഈ ഭർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മിക്കവാറും അവിടെ ഉള്ള പാർട്ടിയല്ല. അയാൾ ഒരു വർക്കഹോളിക്കാണ്. പണി എന്നുള്ളതല്ല ഒന്നുമില്ല. ഒരു പക്ഷേ പൈസ എന്നുള്ളതായിരിക്കും. അയാളെ നമ്മൾ കാണുമ്പോഴല്ല എവിടെയാണെന്ന് അറിയാമോ? അയാൾ വയലിലാണ്. അയാളുടെ വയലും അതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഈ സ്ത്രീയാണ് വാസ്തവത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് ഈ
ദൈവപുരുഷനായ എലീശായെ അത് അറിയുന്ന അല്ലെങ്കിൽ ഒരു ക്ലോസ് വാച്ചിന് വേണ്ടി വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്തപ്പോൾ അവൾ എന്ത് ചെയ്തില്ല? ഭർത്താവിനോട് പ്രത്യേകിച്ച് അനുവാദം ഒന്നും വാങ്ങിച്ചില്ല. ദാറ്റ്സ് എ സ്മോൾ തിങ്. പക്ഷേ മുറി പണിത് കൊടുക്കുന്ന കാര്യം വന്നപ്പോൾ ഇവൾ എന്ത് ചെയ്തു? എന്നാൽ പിന്നെ ഒരു മുറി പണിതേക്കാമെന്ന് അവൾ തീരുമാനിച്ചില്ല. അതാ അവൾ ഉത്തമയായ സ്ത്രീ ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. അവൾ എന്ത് ചെയ്യുന്നു? അവൾ മുറി പണിയാൻ ഭർത്താവിനോട് അനുവാദം വാങ്ങിക്കുകയാണ്. നമ്മളൊരു പക്ഷേ പറഞ്ഞേക്കാം, ഈ ഭർത്താവ് അത്ര സ്പിരിച്വലൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ ഇയാൾ വർക്കോളിക്കാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാൾ എപ്പോഴും വയലിലാണ് തന്നെയല്ല, സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിൽ പോലും ഇയാൾ ഈ പറയുന്നത് പോലെ വലിയ ശ്രദ്ധയൊന്നുമുള്ള ആളല്ല. ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവളുടെ കുഞ്ഞ് വളർന്നു വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ദിവസം അവൾ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു. അവൻ അപ്പനോട് എൻ്റെ തല എന്ന് പറഞ്ഞു. അവനൊരു ബാല്യക്കാരനോട് ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കാര്യം ചെറുക്കൻ ചാകാൻ തുടങ്ങിയിട്ട് പോലും അവനെ നോക്കുന്നതിനേക്കാളും വലുത് കൊയ്ത്ത് അവന്. അങ്ങനെയുള്ള ഒരു ഭർത്താവിനോടാണ്, അതായത് ഒരു പരിധി വരെ ഇവളുടെ ആത്മീയം, അതിൻ്റെ ഒരു 7 അയലൊക്കത്തുള്ള ആത്മീയം പോലും ശരിക്കും ഇയാൾക്ക് ഇല്ല. എന്നിട്ടും അവൾ എന്ത് ചെയ്തു? അവളുടെ ഭർത്താവിനോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് ഇവർക്കൊരു മുറി പണിത് കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ പറയുന്നു, ബ്രദറെ അങ്ങേർക്ക് ഒരാത്മീയവും ഇല്ലെന്നൊക്കെ ചില പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങേർക്ക് ആത്മീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഭർത്താവ് അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഭർത്താവ് പറയുന്ന അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഇല്ലേ? ശൂന്യം കാര്യത്തിൽ കൂടുതൽ സ്പിരിച്വലാണ്, പക്ഷേ ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കാനായിട്ട് എപ്പോഴും ഭർത്താവിനോട് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ബി കെയർഫുൾ. ഇതൊരു ഫാമിലി ലൈഫാണെങ്കിൽ നമ്മൾ എത്ര ഭർത്താവ് സ്പിരിച്വലാണോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്തെ അർത്ഥം. ദൈവം നിങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുകയാണ്. അത്ര സ്പിരിച്വൽ അല്ലാത്ത ഒരു ഭർത്താവുമായിട്ടാണല്ലോ ദൈവം നിങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഭർത്താവ് സ്പിരിച്വൽ അല്ലെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അല്ലാത്ത ഒരു ഭർത്താവിനെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോഴും യോജിപ്പിച്ചിരിക്കുന്നത് ആരാണ്? ദൈവമാണ്. ആത്മീകരായ ഭർത്താക്കന്മാരെയും ആത്മീകരായ ഭാര്യമാരെയും മാത്രമായിട്ടൊന്നുമല്ല ദൈവം യോജിപ്പിക്കുന്നത്. അതിനകത്ത് ഒരാൾ സ്പിരിച്വലും ഒരാളത്ര സ്പിരിച്വലും അല്ലെങ്കിൽ പോലും യോജിപ്പിച്ചിരിക്കുന്ന ദൈവമായതുകൊണ്ട് ദൈവിക നിയമം അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ. അത് എല്ലാ സഹോദരിമാരും മനസ്സിലാക്കണം. ശരിക്കും ഹവ്വായുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് മനസ്സിലാക്കാൻ ഹവ്വായിക്ക് ഒരു പ്രയാസം ഉണ്ടായതാണ് ഈ അപകടങ്ങൾക്കെല്ലാം കാരണം. ഹവ്വ ഒരു ദിവസം തനിയെ പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്, അല്ലാതെ ഭർത്താവിൻ്റെ കൂടെ പോകുമ്പോഴല്ല. അവൻ്റെ കൂടെ ഇരിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ചു കൊടുത്ത ഹവ്വ എന്ത് ചെയ്തു? ഭർത്താവിനെ ഇട്ടേച്ച് തനിയെ പോയപ്പോഴാണ് പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ അവളിൽ ഉണ്ടാകുന്നത്. പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ കേട്ടപ്പോഴും ഇവൾ അവളുടെ ഭർത്താവിനെ വിളിച്ച് ആലോചന ചോദിച്ചില്ല. അവൾ ഭർത്താവിനെ വിളിച്ച് ആലോചന ചോദിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ വ്യത്യാസമായിരുന്നതിനും ചരിത്രം. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ നായകൻ പിതാവാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെയുള്ള ഒരു ജീവിതം എല്ലാവർക്കും അത്യാവശ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നിയാലും എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്, ഇവിടെ ഈ സ്ത്രീ പുരുഷനോട് പറയുകയാണ്, നമുക്കൊരു മുറി പണിത് കൊടുക്കണം. എന്തുകൊണ്ട്? അവിടെ എഴുതിയിരിക്കുന്നത് അയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നമ്മൾ എന്ത് ചെയ്യുക? നാം ചുവരോട് കൂടിയ ഒരു ചെറിയ മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ലെറ്റ്സ് മേക്ക് എ സ്മോൾ റൂഫ് ചേംബർ. മാളിക മുറി, അല്ലെങ്കിൽ നമുക്ക് അവനൊരു ചുവരോട് കൂടിയ ഒരു ചെറിയ മാളിക മുറി എന്ന് പറയുമ്പോഴത്തേക്ക് മാളിക എന്നുള്ളത് നമ്മുടെ മനസ്സിലെ ഒരു ചിന്ത എന്താണ്? ഇറ്റ്സ് എ ബിഗ് ഹൗസ് എന്നാണ്. പക്ഷെ മാളിക മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഒരു റൂഫ് ചേംബർ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മുറി. ഒരു പക്ഷേ അത് വീടിൻ്റെ മുകളിലായിരിക്കാം, വീടിൻ്റെ മുകളിൽ പണിയുന്ന കാര്യമായിരിക്കാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് എ റൂഫ് ചേംബർ. അല്ലാതെ അയാൾക്ക് വേണ്ടി വലിയൊരു മുറി പണിയാമെന്നല്ല പറയുന്നത്, ഒരു ചെറിയ മുറി. ഈ മുറിയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏലീശായുടെ വിശുദ്ധിയെക്കുറിച്ച് ഈ സ്ത്രീക്കുള്ള കൺസെപ്റ്റ് എന്താണ്. ഏലീശായെക്കുറിച്ച് ഈ സ്ത്രീ പറയുന്നത് അവൻ വിശുദ്ധനായ ഒരു പുരുഷനാണ്, അതുകൊണ്ട് അവനൊരു മുറി പണിയുമ്പോൾ ഒരു ചെറിയ മുറി മതിയെന്ന്. നമ്മുടെയൊക്കെ ചിന്ത വിശുദ്ധനായ ഒരു മനുഷ്യനോ ഒരു ദൈവദാസനോ ഒരു മുറി പണിയുമ്പോഴത്തേക്ക് അത് വലുതായിരിക്കണമെന്നാണ്.
പ്രോസ്പെരിറ്റി തിയോളജിയൻസ് എല്ലാം അല്ലെങ്കിൽ പ്രസംഗരെല്ലാം പറയുന്നത് നമ്മൾ വലിയ മുറി, അവർക്കെല്ലാം വലുതാണ്. എന്നാൽ ക്രിസ്ത്യാനിത്വം തെളിയിക്കപ്പെടുന്നത് ആർഭാടം കൊണ്ടല്ല, ലാളിത്യം കൊണ്ടാണ്. അല്ലാതെ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ഫോർ ഇറ്റ്സ് സിംപ്ലിസിറ്റി, നോട്ട് ഫോർ ഇറ്റ്സ് എഫ്ലുവൻസ്. അത് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്ത്യാനിത്വം ലാളിത്യം കൊണ്ടാണ് പ്രസിദ്ധമായത്. ഒരു ചെറിയ മുറി, ഒരു കട്ടിൽ, ഒരു മേശ, ഒരു നാൽക്കാലി, ഒരു നിലവിളക്ക്, ഫിനിഷ്. വേറെ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കെല്ലാം ബിഗ് ആകണമെന്ന് പറയുന്നത്. വലിയ കാറ് വേണം, വലിയ വീട് വേണം. ചിലപ്പം പ്രോസ്പെരിറ്റിക്കാരുടെ അവരുടെ ലൈഫ് തന്നെ ഡിഫറൻ്റാണ്. സാധാരണക്കാർക്കൊന്നും എത്തിപ്പിടിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഭയങ്കര ലൈഫിലാണ് ഈ പ്രോസ്പെരിറ്റി. പ്രസംഗിക്കുന്നവർ പ്രോസ്പെരിറ്റി കിട്ടുന്നുണ്ട്. അത് പ്രസംഗം കേൾക്കുന്നവരെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പ്രസംഗിക്കുന്നവരെന്താണെങ്കിലും ഭയങ്കര പ്രോസ്പെറസ് ആകുന്നുണ്ട്. അങ്ങനെ ഈ പ്രോസ്പെരിറ്റിയിൽ അവരോട് ചോദിക്കുക, എന്താ നിങ്ങളിങ്ങനെ പ്രോസ്പെറസ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്? ഇതാണോ യേശു കർത്താവ് നിങ്ങളെ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ അവർ പറയും, നമ്മൾ രാജാവിൻ്റെ മക്കളാണ്. നമ്മൾ രാജാവിൻ്റെ മക്കൾ ആരെ പോലെ ജീവിക്കണം? രാജകുമാരന്മാരെ പോലെ ജീവിക്കണം. അപ്പോൾ കർത്താവിൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണം? എല്ലാം ഉള്ളവരായിരിക്കണം. അവർക്ക് വലിയ കാറ് വേണം, വലിയ വീട് വേണം. വലിയ വീടിനകത്ത് പ്രശ്നമില്ല, പക്ഷേ വല്ലപ്പോഴും അങ്ങനെ താമസിക്കുന്നവരോടായിരിക്കണം. ഞാൻ പറയാറുണ്ട്, നമ്മൾ വെറുതെ ഈ വലിയ 5 മുറി 6 മുറി പണിതിട്ട് കഴിഞ്ഞിട്ട് വവ്വാല് കയറി താമസിക്കുന്ന സ്റ്റേജ് ഉണ്ടാകരുത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു വീട് വെക്കുന്നത് ആ വീടിൻ്റെ ഉപയോഗം കണ്ടുകൊണ്ടായിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ സാധാരണ എത്ര പേര് താമസിക്കുന്നുണ്ട്? അത്രയും പേർക്കുള്ള മുറിയൊക്കെ മതി. അതിൽ കൂടുതൽ പണിയുന്നത് ആർഭാടമാണ്. അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. അത് ഈ ഉപദേശയുടെ കാര്യമല്ല, അല്ലാത്തവരുടെ കാര്യമാണെങ്കിലും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നീഡ്സ്, കംഫർട്ട്സ്, ലക്ഷറി, ഇതിനകത്ത് നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ദർ ആർ തിങ്സ് ദാറ്റ് ഈസ് ഇന്നവിറ്റബിൾ ഫോർ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്തതായ ചില കാര്യങ്ങളുണ്ട്. എനിക്ക് എന്തെങ്കിലും കഴിച്ചാലേ പറ്റുള്ളൂ, എന്തെങ്കിലും ഉടുത്താലേ പറ്റുള്ളൂ, എവിടെങ്കിലും കിടന്നാലേ പറ്റുള്ളൂ. അതാണ് തിങ്സ് ദാറ്റ് ആർ ഇന്നവിറ്റബിൾ ഫോർ മൈ ലൈഫ്. പക്ഷേ നീഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലാണ്. എന്തെങ്കിലും കഴിച്ചുകൊണ്ട് എന്നും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് പോഷകാഹാരമുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, കുഴപ്പമില്ലാത്ത ഭക്ഷണം എനിക്ക് കഴിച്ചാലേ പറ്റുള്ളൂ. എനിക്ക് 2-3 ദിവസം ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ജീവിക്കാം. അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചിട്ടുമുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. 2-3-10 ദിവസം എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ജീവിച്ചാൽ പ്രശ്നമില്ല. പക്ഷേ ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഉടുത്തുകൊണ്ട് നമുക്ക് എന്നും ജീവിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഉടുത്തുകൊണ്ട് എനിക്കിവിടെ ഒന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഉടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നീഡല്ല, നീഡ് അതിൽ കൂടുതലാണ്. ഇഫ് ഐ എം എ പ്രീച്ചർ, എൻ്റെ ഡ്രസ്സിന് എനിക്ക് അതനുസരിച്ച്, ഒരു ടീച്ചറാണെങ്കിൽ, ഒരു ഡോക്ടറാണെങ്കിൽ, ഒരു നേഴ്സാണെങ്കിൽ, ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ നീഡെന്ന് പറയുമ്പോൾ ഇന്നവിറ്റബിലിറ്റിയുടെ അപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. നിങ്ങളുടെ നീഡ്സ് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു നീഡാണെങ്കിൽ നിങ്ങളൊരു കാർ വാങ്ങിച്ചോ. ഇറ്റ് ഷുഡ് ബി എ നീഡ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കംഫർട്ട്സ് ആണ്. കംഫർട്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം എല്ലാവർക്കും ഓരോ ദൗത്യം കൊടുത്തിട്ടുണ്ട്. ആ ദൗത്യം നിർവഹിക്കാൻ നിങ്ങൾക്ക് കുറേ കൂടെ പ്രയോജനകരമായ കാര്യമാണ് കംഫർട്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തടിയുടെ സ്റ്റൂൾ ഉണ്ടാക്കിയിട്ടാലും നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറെ പണിയണമെങ്കിൽ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഒരു സ്റ്റൂളിൽ ഇരുത്തോളം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കമ്പ്യൂട്ടറെ പണിയാം. പക്ഷേ എത്ര നേരമാണ് ഒരു സ്റ്റൂളിൽ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങളുടെ പണി കൂടുതൽ സുഗമമാക്കാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചെയർ വാങ്ങിക്കുകയാണെങ്കിൽ അത് ലക്ഷറി അല്ല, അതെന്താണ്? കംഫർട്ടാണ്. പക്ഷേ ഞാൻ ഇന്ന പൊസിഷനിലാണ്, അതുകൊണ്ട് എനിക്ക് ഈ കസേര പറ്റത്തില്ല എന്ന് പറഞ്ഞ് പൊസിഷന് വേണ്ടി കസേര വാങ്ങിക്കുമ്പോൾ അത് കംഫർട്ടല്ല, അത് ലക്ഷറിയാണ്. അത് അതുപോലെ ഞാൻ ഇന്ന വീട്ടിലെയാണ്, അതുകൊണ്ട് ഞാനൊരു വീട് പണിയുമ്പോൾ 5 ബെഡ്റൂമിൽ കുറഞ്ഞ് പണിതാൽ എൻ്റെ സ്റ്റാറ്റസിന് യോജിക്കുന്നതല്ലെന്ന് ചിന്തിച്ചാൽ അത് ലക്ഷറിയാണ്. നിങ്ങളുടെ നീഡ് അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ. നീഡിനും കംഫർട്ടിനും ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യം നീഡ് ആൻഡ് കംഫർട്ട്. നിങ്ങളുടെ മിഷൻ, ദൈവം നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കംഫർട്ടബിളായിട്ട് കൂടുതൽ അത് ആക്സലറേറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ മിഷനെ ആക്സലറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. പക്ഷേ ലക്ഷറി നിങ്ങളുടെ മിഷനെ ഒരിക്കലും ആക്സലറേറ്റ് ചെയ്യത്തില്ല, അതിനെ തകർത്ത് കളയത്തേ ഉള്ളൂ. ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു ലക്ഷറിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങളെ ആളുകൾ ബഹുമാനിക്കുകയൊന്നുമല്ല, നിങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ലക്ഷറിയിലേക്ക് പോകുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ലോകമാണ്. ഒരിക്കലും
ആത്മികരായ ആളുകൾക്ക് ലക്ഷറി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രോസ്പെരിറ്റി ആളുകൾ പറയുമല്ലോ, നമ്മൾ രാജാവിൻ്റെ മക്കളാണ്, അതുകൊണ്ട് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും. ഞങ്ങളുടെ ഒരു മിഷണറി ആന്ധ്രാപ്രദേശിലുണ്ട്. അദ്ദേഹത്തെ ഒരാൾ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. ആ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എയർ കണ്ടീഷൻ്റെ ഹോട്ടലിൽ, ഐ ആം നോട്ട് അഗൻസ്റ്റ് ദാറ്റ്, അങ്ങനെ ഒരു എയർ കണ്ടീഷൻ ഹോട്ടലിൽ ഒരു മീറ്റിംഗ് നടത്തുന്ന ഞാൻ ഇതിലൊന്നുമല്ല. പക്ഷേ മീറ്റിങ്ങിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം കേട്ടത്, ഈ ഭൂമിയുടെ സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെതാണ് ഈ സ്വർണ്ണവും വെള്ളിയും, ദൈവത്തിൻ്റെതാണ് ഇവിടുത്തെ പണവും ധനവും എല്ലാം, ദൈവത്തിൻ്റെതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാറും എല്ലാം. അതുകൊണ്ട് നമ്മൾ ദൈവമക്കളാണെങ്കിൽ മക്കൾ അപ്പൻ്റെ അവകാശികളാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ളതാണ് ഈ കാറ്, വീട്, ലോകത്തിൻ്റെ ഏറ്റവും വലിയ മഹിമകൾ, ധനങ്ങൾ എല്ലാം നമുക്കുള്ളതാണ്. അതുകൊണ്ട് നാം ദൈവമക്കളാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ അവകാശമാണ്, നമ്മൾ പിടിച്ചു വാങ്ങിക്കണം. കർത്താവിനോട് പറയണം, ഞാൻ നിൻ്റെ മകനാ കർത്താവേ, എനിക്ക് ഈ കാറ് പോലെ വലിയൊരു കാറ് വേണം. ഇതെല്ലാം തരാൻ ദൈവം ഒരുങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഭൂമിയിലെ ഏത് മഹത്വങ്ങളും നിങ്ങൾക്ക് ഒരുക്കിത്തരാനായിട്ട് കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മിഷണറി പറഞ്ഞു, എണീറ്റിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഈ മെസ്സേജ് ആദ്യമല്ലല്ലോ കേൾക്കുന്നത്. ബ്രദർ ഞങ്ങളുടെ മീറ്റിങ്ങിന് വല്ലതും നേരത്തെ വന്നിട്ടുണ്ടോ? എന്നോട് പറഞ്ഞു, ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ എവിടെ വെച്ചാൽ ബ്രദർ കേട്ടെ? അല്ല, ഞാൻ ഇപ്പോഴൊന്നും അല്ല കേട്ടത്, ഒരു 12,000 വർഷം മുമ്പ് മരുഭൂമിയിൽ വെച്ച് ഒരാൾ യേശുവിനോട് ഇതുപോലെ പറഞ്ഞായിരുന്നു, ഇതെല്ലാം എൻ്റെ വകയാ, അതുകൊണ്ട് ഇതെല്ലാം നിനക്ക് തരാമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ രാജാവിൻ്റെ മക്കളാണെങ്കിൽ ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളല്ല നമ്മൾ. നിങ്ങൾ ഈ ലോകത്തിൻ്റെ ദൈവത്തെ ആരാധിച്ചാൽ ഈ ലോകത്തിൻ്റെ ദൈവം ഈ ലോകത്തിലുള്ളതെല്ലാം നിങ്ങൾക്ക് തരും. സ്വർഗത്തിലെ ദൈവത്തെ ആരാധിച്ചാൽ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നമ്മൾ രാജാവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ലോകത്തിലുള്ള മുഴുവനും വേണ്ടിയുള്ള മോഹം നമ്മുടെ മനസ്സിൽ വിതറുന്നത് പിശാചിൻ്റെ ഉപദേശമാണ്. അത് വേദപുസ്തകത്തിൻ്റെ ഉപദേശമല്ല. ദേ പ്രീച്ച് അനദർ ഗാസ്പൽ. അവർ പ്രസംഗിക്കുന്നത് വേറൊരു സുവിശേഷമാണ്. അതിൽ നിങ്ങൾ തകർന്നു പോകരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇഫ് യു സെർവ് the God of this world, you will get everything in this world. If you serve the God of heaven, you will get everything in heaven. നിങ്ങൾ മനസ്സിലാക്കണം എന്താ വേണ്ടെന്നുള്ളത്. ഞങ്ങൾ രാജാവിൻ്റെ മക്കൾ, ഞങ്ങൾക്കെല്ലാം വലുത് വേണമെന്ന് പ്രോസ്പെരിറ്റി തിയോളജിയൻസ് പറയുന്നു. പക്ഷേ ശൂന്യക്കാരത്തി പറയുന്നു, ഇയാൾ ഒരു ദൈവപുരുഷനാ, ഇയാൾ വിശുദ്ധനാ, ഇയാൾക്കൊരു ചെറിയ മുറി മതിയെന്ന്. ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരാണെന്ന് മറ്റുള്ളവർ പറയുന്ന നിലയിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകുമ്പോഴാണ് വിശുദ്ധിയുടെ ആദ്യത്തെ പടി. ശരിക്കും പറഞ്ഞാൽ അതാണ്. ഉള്ള കാര്യങ്ങൾ തൃപ്തരാകുവാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധ ജീവിതം എന്താണെന്ന് അറിയുന്നത് തന്നെ. ആർഭാടത്തിൽ അഭിമാനിക്കുന്ന ഒരു തലമുറയായിട്ട് ഇന്നത്തെ സമൂഹം, വിശ്വാസ സമൂഹം തകർന്നു പോയിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി പേരുണ്ടെന്നും രാഷ്ട്രീയക്കാരത് മന്ത്രിയോട് എന്ന് പറയുന്നത്, ഞങ്ങൾ 10 ലക്ഷം വോട്ടർമാരുണ്ട് കേട്ടോ സാറേ, പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ഞങ്ങൾക്കിവിടെ ലഭിക്കുന്നില്ല എന്ന് തൊട്ടാണ് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരൻ്റെ പുറകെ നടന്ന് ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. നമ്മുടെ പിതാക്കന്മാർ ആരെങ്കിലും ഇതൊക്കെ കേട്ടായിരുന്നെങ്കിൽ, മരിച്ച് മൺമറഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാർ ഇതെല്ലാം കേട്ടാൽ എൻ്റെ ചിന്ത, അവർക്ക് കഴിയുമെങ്കിൽ കുഴിന്ന് എഴുന്നേറ്റ് വന്ന് നമ്മളെ തൊഴിച്ചേനെ. കാര്യം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അവരൊരിക്കലും ഒരു രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവരല്ല. നമ്മൾ 10 ലക്ഷം കൊണ്ട് 8 ലക്ഷം കൊണ്ട് ഞങ്ങൾ വലിയ ആളുകളാണ്, വലിയ സഭാഹോള് പണിയുന്നു. വലിയ സഭാഹോള് പണിയുന്നതിനകത്ത് എനിക്ക് എതിരൊന്നുമില്ല, പക്ഷേ ഇരിക്കാൻ ആൾ വേണം. മരിച്ചുപോയ അച്ചൻകുഞ്ഞ് സാർ ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. പുള്ളി പറയാറുണ്ട്, ഈ വക്കീലന്മാരെ കുറിച്ചൊരു ഇതുണ്ട്. ഈ വക്കീലന്മാർ പഠിത്തം കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് കേസുമില്ല, ഫീസുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവർ ആരുടെയെങ്കിലും അസിസ്റ്റൻ്റായിട്ട് കയറും. കുറച്ച് കഴിയുമ്പോൾ കേസുണ്ട്, പക്ഷേ ഫീസില്ല. കാര്യം ഫീസ് സീനിയർ വക്കീലാണ് വാങ്ങിക്കുന്നത്. ഇവർ കുറച്ച് ഫേമസ് ആകുമ്പോഴത്തേക്ക് പിന്നെ കേസും ഉണ്ട്, ഫീസും ഉണ്ട്. പിന്നുള്ള സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസില്ല. കാര്യം കേസ് ജൂനിയേഴ്സ് വാദിച്ചോളും, ഫീസ് ആർക്ക് കിട്ടും? ഇങ്ങേർക്ക് കിട്ടും. അപ്പോൾ ആദ്യം കേസുമില്ല, ഫീസുമില്ല. രണ്ടാമത് കേസുണ്ട്, പക്ഷേ ഫീസില്ല. മൂന്നാമത് കേസുമുണ്ട്, ഫീസുമുണ്ട്. നാലാമത് കേസുണ്ട്, കേസില്ല, പക്ഷേ ഫീസുണ്ട്. ഇതുപോലെ നമ്മളെ പലപ്പോഴും സഭാഹോളുകളുടെ പണിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളൊക്കെ, അച്ചോൻ സാർ പറഞ്ഞതാ, നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ച് കരഞ്ഞ് ആദ്യം അവിടെ പോയി, പണ്ടങ്ങനെയാണല്ലോ. പണ്ട് എവിടെയെങ്കിലും ഒരു പുതിയ പ്രവർത്തനം തുടങ്ങിയാൽ ആദ്യം ഒരു 40 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കും. എന്നാണെന്നറിയാമോ? കഴിക്കാനൊന്നുമില്ല, ഒന്നാമത്തെ കാര്യം. ഇന്നിപ്പോൾ എവിടെയെങ്കിലും പ്രവർത്തനം തുടങ്ങണമെങ്കിൽ 40 ദിവസം നമ്മളൊരു ക്രൂസൈഡ് നടത്തും. 40 ലക്ഷം രൂപ മുടക്കിയായിരിക്കും, 4 ലക്ഷം രൂപ മുടക്കിയായിരിക്കും ക്രൂസൈഡ് നടത്തുന്നത്. അന്ന് അതുവല്ലോ ഉണ്ടോ?
അവർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അന്ന് ആളുമില്ല, ഹോളുമില്ല. പ്രാർത്ഥിച്ച് ആളായി, പക്ഷെ പിന്നെന്തില്ല, ഹോളില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആളുണ്ട്, ഹോളില്ല. ദൈവം അവർക്ക് ഹോള് കൊടുത്തു. അപ്പോൾ ഹോളും ഉണ്ട്, ആളും ഉണ്ട്. പിന്നെ സംഭവിക്കുന്നതെന്നറിയാമോ? സഭ 4 ആയി, 8 ആയി, 10 ആയി, ഒടുവിൽ ഹോളുണ്ട്, ആളില്ല. അങ്ങനെ എന്തിനാണ് നിങ്ങൾ ഈ സഭകൾ പണിയുന്നത്? ആരെ കാണിക്കാൻ വേണ്ടിയാണ്? ഇരിക്കാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ഹോൾ വേണമെങ്കിലും പണിതോ, എനിക്ക് യാതൊരു പ്രയാസമില്ല. പക്ഷേ ആർഭാടം കാണിക്കാനായിട്ട് ഹോൾ പണിയേണ്ട കാര്യമില്ല. സഭാ ഹോൾ പണിയാണെങ്കിൽ മനോഹരമായിട്ട് പണിയണം. കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ആർഭാടം കാണിക്കാനായിട്ട് അല്ലെങ്കിൽ പള്ളിക്കാരോട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പണിയണ്ട. കാര്യം ഈ പള്ളിക്കാർ, നമ്മുടെ പിതാക്കന്മാർ പള്ളി വിട്ടിറങ്ങി ഓലക്കീറയിലിരുന്ന് ആരാധിച്ചപ്പോൾ അവരുടെ മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളൊന്ന് നന്നാകട്ടെ, ഞങ്ങളുടെ പിള്ളേരൊക്കെ അമേരിക്കയിലൊന്ന് പോട്ടെ, ഞങ്ങളും പണിയും നിങ്ങളുടെ പള്ളിയേക്കാളും വലുതൊന്ന് എന്ന് പറഞ്ഞാണോ ഇവരാരെങ്കിലും ഇറങ്ങിയത്? അല്ല. അവർ ഈ വലിയ പള്ളി വിട്ട് ഇറങ്ങിയതിൻ്റെ കാരണം എന്താണ്? അവിടെ അല്ല ദൈവ സാന്നിധ്യമെന്നും ഈ ഓലക്കീറയിലിരിക്കുമ്പോൾ അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നതെന്നും അറിയാവുന്നത് കൊണ്ടാണ് അവർ ഈ വലിയ പള്ളി വിട്ടേച്ചിറങ്ങി വന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളെപ്പോലെ തന്നെയാ ബ്രദറെ ഞങ്ങളും ഇപ്പം, നിങ്ങൾക്ക് പള്ളി ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഹോള് ഞങ്ങൾക്കുണ്ടെന്ന് പറയാനായിട്ട് ആരും ഹോള് പണിയണ്ട. അത് നമ്മുടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആർഭാടങ്ങളിൽ വിശ്വസിക്കുന്നതായ, ആർഭാടങ്ങളിൽ അഹങ്കരിക്കുന്നതായ ഒരു തലമുറയായിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ സഭാ ലൈഫിലും എല്ലാം വന്നിരിക്കുകയാണ്. എന്നാൽ ക്രിസ്ത്യാനിത്വം അതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ലാളിത്യമാണ്. മാനമര്യാദയ്ക്ക് ജീവിക്കണം. കഴിക്കുകയും കുടിക്കുകയും ചെയ്യാതെ കാശെല്ലാം ബാങ്കിലാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതല്ല, സുഖമായിട്ട് നിങ്ങൾ വല്ലതും കഴിക്കണം. കാര്യം കഴിക്കാനൊക്കെ കർത്താവ് തന്നിരിക്കുകയാണ്, കഴിച്ചോ. പക്ഷേ ലക്ഷറി കാണിച്ച ആളുകളെ വിരട്ടാനൊന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏലീശ ഒരു വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് ഈ ശൂനേംകാരത്തിൽ പറയാനുള്ള കാര്യം തന്നെ അതാണ്. അയാൾക്ക് വലിയ ലക്ഷറി വേണ്ട, അയാൾക്കൊരു ചെറിയ മുറി മതി. അപ്പോസ്തല പ്രവൃത്തി 3-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, അവിടെ പത്രോസും യോഹന്നാനും ഈ മുടന്തനായ മനുഷ്യനോട് പറയുന്നുണ്ട്, വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. അപ്പോൾ അവിടെ പത്രോസും യോഹന്നാൻ പറയുന്നത് വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന്. ഇന്ന് നമുക്കത് പറയാൻ പറ്റുമോ? നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് വെള്ളിയും പൊന്നും, അല്ലെങ്കിൽ അതിനപ്പുറത്തേതുണ്ട്. വെള്ളിയും പൊന്നും ചിലപ്പോൾ ബാങ്കിലായിരിക്കും ഇരിക്കുന്നത്, കയ്യിലില്ലാത്തൊരു ബാങ്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളിയും പൊന്നും നമുക്കുണ്ടെന്നല്ലാതെ വെള്ളിയും പൊന്നും ഇല്ല എന്ന് പറയാൻ നമുക്ക് ആർക്കാ പറ്റുന്നത്? അത് പറയാൻ കഴിഞ്ഞപ്പോൾ തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ഒരു തിയോളജൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ റോമിൽ എന്താണ് പോപ്പിൻ്റെ അതിഥിയായിട്ട് ചെന്ന സമയത്ത് ഈ വാസ് എ തിയോളജൻ. പോപ്പ് തോമസ് അക്വിനാസ് പറഞ്ഞു, ഡോക്ടർ തോമസ്, പത്രോസും നമ്മുടെ വലിയ പിതാവായ പത്രോസിനോട് പണ്ട് പത്രോസ് സംസാരിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല എന്ന്. പക്ഷേ ഇന്ന് നമുക്കത് പറയാൻ കഴിയത്തില്ല. നമുക്ക് വെള്ളിയും പൊന്നും ധാരാളമുണ്ട്. തോമസ് അക്വിനാസ് പറഞ്ഞു, അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താണ്, പിതാവേ, നമുക്കിപ്പോൾ വെള്ളിയും പൊന്നും ഇല്ലെന്ന് പറയാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാനും കഴിയുന്നില്ല. വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറയാനും കഴിയുന്നില്ല, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയാനും നമുക്ക് കഴിയുന്നില്ല. പത്രോസ് പറയുന്നത് എനിക്കുള്ളത് നിനക്ക് തരുന്നതാണ്, ഞങ്ങൾക്കുള്ളത്, വാട്ട് വി ഹാവ്, നമുക്കെന്താണ് ഉള്ളത് അതാണ് ചോദിക്കുക. ഒരു നസറായനായ യേശുവിൻ്റെ നാമം, അതാണ് ഞങ്ങൾക്കുള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല. വാട്ട് ഡു യു ഹാവ്? ഇന്നും നമ്മളോടുള്ള ചോദ്യം അതാണ്. എലീശ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാകാനുള്ള കാരണം അവന് ദൈവിക അധികാരമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് കാണിച്ചു കൊടുക്കാനായിട്ട്, അവൻ സമ്പന്നനായ ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്നവനാണെങ്കിലും ആ സമ്പന്നത അവനിപ്പോൾ കാണിച്ചു കൊടുക്കാൻ അവൻ്റെ ഇല്ല. ഹി വാസ് വാക്കിംഗ് ആൻഡ് ഹി നീഡ്സ് ഓൺലി എ സ്മോൾ റൂം. അവനൊരു ചെറിയ മുറി മതി. കാര്യം അവൻ്റെ ലൈഫ് വിശുദ്ധമായ ഒരു ലൈഫാണ്. ഇന്ന് എല്ലാം ലഭിച്ചപ്പോഴാണ് നമ്മുടെ വിശുദ്ധിക്ക് അവസാനം വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്കുള്ളത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. വെള്ളിയും പൊന്നും വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് യേശുവിൻ്റെ നാമമാണ്. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുവാൻ തൻ്റെ ഇടമുള്ള എത്ര പത്രോസിൻ്റെ അനുയായികൾ ഇവിടെ ഉണ്ട്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. കാര്യം നമുക്ക് അതാണ് ഇല്ലാതെ വന്നിരിക്കുന്നത്. എന്താണ് യേശുവിൻ്റെ നാമം? ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കണം പറയട്ടെ. ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കണം,
നാമം എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അർത്ഥം, നമ്മുടെയൊക്കെ ചിന്ത എന്താണ്? യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഉടനെ ഭൂതങ്ങളെല്ലാം കൂടെ ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഓടിപ്പോകുമെന്ന് ആണ് നമ്മുടെ ചിന്ത. അങ്ങനൊന്നും പോകത്തില്ല പ്രിയമുള്ളവരെ. സ്കേവയുടെ പുത്രന്മാർ പോയി പറഞ്ഞില്ലേ, പത്രോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ ഉടനെ ഭൂതം പോയോ? ഇല്ല, അങ്ങനെ പോകത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വാക്കിനകത്തല്ല ഈ ശക്തി ഇരിക്കുന്നത്. എന്താണ് യേശുവിൻ്റെ നാമം? ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പേര് സാജു ജോൺ മാത്യു എന്നാണ്. യു നോ ഹു ഈസ് മാത്യു? മാത്യു ഈസ് മൈ ഫാദർ. എൻ്റെ അപ്പനാണ്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ പേരാണ് എൻ്റെ മേൽ വന്ന് വീഴുന്നത്. അതുപോലെ ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ അവൻ്റെ മേൽ വന്ന് വീഴുന്ന പേരാണ് യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം നമ്മൾ. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പിശാച് ഓടിപ്പോകുന്നൊക്കെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമം വീണിരിക്കുന്നുവോ? ആർ യു എ റിയൽ ചൈൽഡ് ഓഫ് ഗാഡ്? യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വഭാവമാണ്. എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ് എനിക്കുള്ളത്. ഞാൻ എൻ്റെ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാർ പറയും, എൻ്റെ നാട്ടിൽ എൻ്റെ അപ്പന് നല്ല പേരുണ്ട്, അതുകൊണ്ട് ഞാൻ ആ പേര് കളയാതിരിക്കാൻ നോക്കും. നമുക്ക് നഷ്ടമാണ്. കാര്യം അപ്പൻ ആൾക്കാർക്കൊക്കെ വാരിക്കോരി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ അപ്പനെ പോലെ അല്ല ഈ ചെറുക്കൻ എന്ന് പറയും. കൊടുക്കുമ്പോൾ അവർ പറയും അപ്പനെ പോലെ തന്നെയാണെന്ന് പറയും. കാര്യം അപ്പൻ്റെ സ്വഭാവമാണ് അപ്പൻ്റെ പേര്. യേശു, ഞാൻ വീണ്ടും ജനനത്തിലൂടെ എൻ്റെ മേൽ വന്നു വീണിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്ന ഒരു കാര്യവും എന്നിൽ ഉണ്ടാകാതിരിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ, എൻ്റെ കയ്യിലുള്ളത് യേശുവിൻ്റെ നാമമാണെന്ന് പറയാൻ കാര്യം. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കയ്യിലുണ്ടായിരുന്നത് ആ യേശുവിൻ്റെ, അവരുടെ മേൽ വന്നു വീണിരിക്കുന്ന യേശുവിൻ്റെ പേരാ. ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ മേൽ നസറായനായ യേശുവിൻ്റെ പേര് കിടപ്പുണ്ടോ? അവൻ്റെ സ്വഭാവം കിടപ്പുണ്ടോ? എന്നാലേ നമുക്ക് ഒരു വിശുദ്ധനായ മനുഷ്യനെന്നുള്ള സാക്ഷ്യം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ദ നെയിം ഓഫ് ജീസസ്. അപ്പൻ്റെ പേര് കളയരുത് നമ്മൾ പറയുമല്ലോ. അപ്പൻ്റെ പേര് കളയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാതെ വേറെ ഒന്നും മകൻ ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് യേശുവിൻ്റെ നാമം എൻ്റെ മേൽ ഒരു അധികാരമായി വീഴുന്നത്. ദ നെയിം ഓഫ് ജീസസ് ഈസ് his character. The name of Jesus is his authority. അവൻ്റെ അധികാരം. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പത്രോസും യോഹന്നാനും പറഞ്ഞപ്പോൾ മുടന്തൻ ചാടി എഴുന്നേൽക്കാൻ കാര്യമെന്നറിയാമോ? അപ്പൻ്റെ അധികാരം അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മൾ വെള്ളിയുടെയും പൊന്നിൻ്റെയും കാര്യം പറഞ്ഞാണ് ആളുകളുടെ അടുത്ത് ചെല്ലുന്നത്. രാഷ്ട്രീയ സ്വാധീനം പറഞ്ഞുകൊണ്ടാണ് ആളുകളുടെ അടുത്ത് ചെല്ലുന്നത്. കൗൺസിൽ മെമ്പറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളുടെ അടുത്ത് ചെല്ലുന്നത്. അധികാരസ്ഥരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളുടെ അടുത്ത് ചെല്ലുന്നത്. വോട്ട് എനിക്ക് ഇത്ര കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്. ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ യേശുവിൻ്റെ നാമം നഷ്ടപ്പെട്ടു പോയി. രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് നമ്മൾ പറയാം, നമ്മൾ ഇത്രയും വോട്ടേഴ്സ് ഉണ്ട് സാറേ, വോട്ടേഴ്സ്. വേർ ഈസ് യുവർ ദ നെയിം ഓഫ് ജീസസ്? The real question, do you have the name of Jesus upon you? ഇന്ന് രാത്രിയിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം അതാണ്. യേശുവിൻ്റെ നാമം എൻ്റെ മേലുണ്ടോ? അവൻ്റെ സ്വഭാവം എൻ്റെ മേലുണ്ടോ? അവൻ്റെ അധികാരം എൻ്റെ മേലുണ്ടോ? ഞാൻ പറയുന്നത് എൻ്റെ അപ്പൻ പറയുന്നത് പോലെ എൻ്റെ നാട്ടുകാർ കേൾക്കുന്നത്. എന്നോട് എൻ്റെ ചെറിയ പ്രായത്തിൽ പോലും ആരും പറഞ്ഞില്ല, അത് കുഞ്ഞ് പറയണ്ട, അപ്പൻ പറഞ്ഞാട്ടെന്ന് പറയത്തില്ല. കാര്യം ഞാൻ പറഞ്ഞാൽ അത് അപ്പൻ പറയുന്നതിന് തുല്യമാണ്. അങ്ങനെയാണ് ഞാൻ വളർന്നത്. അങ്ങനെ എൻ്റെ അപ്പൻ എന്നെ വളർത്തിയതും. കാര്യം നാട്ടുകാരുടെ അടുത്ത് ഒരിക്കലും അത് അവൻ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അപ്പൻ അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. നീ എന്തെങ്കിലും പറഞ്ഞാൽ യേശു ഏറ്റുപിടിക്കണമെങ്കിൽ നീയും അപ്പനുമായിട്ടുള്ള റിലേഷൻ അങ്ങനെ ആയിരിക്കണം. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പത്രോസും യോഹന്നാനും പറഞ്ഞപ്പോൾ യേശു അത് ഏറ്റുപിടിച്ചു, എഴുന്നേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അവൻ എഴുന്നേറ്റത്. ഇന്ന് നമ്മൾ പറയുമ്പോൾ ആരും എഴുന്നേക്കാത്തതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? നമ്മുടെ റിലേഷൻ അത്രയേ ഉള്ളൂ അപ്പനുമായിട്ട്. അപ്പനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നത്. ഇഫ് യു ബെയർ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമം നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അപ്പനെ പ്രതിനിധീകരിക്കാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആ അധികാരം വാങ്ങിച്ചിരിക്കുകയാണ്. ദ നെയിം ഓഫ് ജീസസ് ഈസ് ദ ലൈഫ് ഓഫ് ജീസസ്. അവൻ്റെ പേരെന്ന് പറയുന്നത് അവൻ്റെ ജീവനാണ്. അവൻ്റെ ജീവൻ പകർന്നു കൊടുക്കാനുള്ള അധികാരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പിതാവ് പുത്രന് നൽകിയിരിക്കുന്ന ജീവൻ
നമുക്കവൻ പകർന്നു തന്നെങ്കിൽ ഇപ്പോൾ ആ ജീവൻ മനുഷ്യർക്ക് പകർന്നു കൊടുക്കാനുള്ള അധികാരമാണ്. എനിക്ക് യേശു, എനിക്കുള്ളത് യേശു എന്നുള്ള നാമമാണ്. സ്വർണവും വെള്ളിയും കൊണ്ട് സഭ പണിയാൻ നോക്കരുത്. അധികാരം കൊണ്ട് സഭ പണിയാനായിട്ട് നോക്കരുത്. കസേര കൊണ്ട് സഭ പണിയാൻ നോക്കരുത്. രാഷ്ട്രീയ പിടിപാടുകൾ കൊണ്ട് സഭ പണിയാൻ നോക്കരുത്. എറിഞ്ഞുകളെ അതൊക്കെ. എന്നിട്ട് നമുക്ക് പഴയതുപോലെ ഒന്ന് പറയാൻ പരിശ്രമിക്കാം. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയാനായിട്ട് പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോട്ടെ. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ. പണം കൊണ്ടല്ല, പദവി കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല, ഇൻഫ്ലുവൻസ് കൊണ്ടല്ല, തിയോളജിക്കൽ ഡിഗ്രി കൊണ്ടല്ല, 20,000 വാട്ട്സ് മ്യൂസിക് കൊണ്ടല്ല. യേശുവിൻ്റെ, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ. ആ നസറായനായ യേശുവിൻ്റെ നാമം വഹിക്കുന്നവനാണ് ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അപ്പൻ്റെ വിശുദ്ധിയാ മകൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. എനിക്ക് വിശുദ്ധനായി ജീവിക്കണമെങ്കിൽ ആ നസറായനായ യേശുവിൻ്റെ വിശുദ്ധിയിൽ എനിക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. അതാണ് എന്നെ വിശുദ്ധനാക്കുന്നത്. എലീശ അവൻ്റെ ധനികനായ ഒരു യുവാവായിരുന്നില്ല. അവൻ്റെ യാതൊരു കാര്യത്തിലുള്ള പഴയ കാലത്തിലെ അവൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നും അവൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് നാളെ പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. പക്ഷേ അവനെ കണ്ടപ്പോൾ ഒറ്റയടിക്ക് ശൂന്യംകാരത്തി പറയുകയല്ല, അവനെ ക്ലോസ് വാച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഇവൻ്റെ മേൽ ദൈവത്തിൻ്റെ നാമമുണ്ട്. ഇവനൊരു ദൈവ പുരുഷനാണ്. ഈസ് എ മാൻ ഓഫ് ഗാഡ്. വെൻ പീപ്പിൾ ലുക്ക് അറ്റ് യു, മനുഷ്യൻ പറയേണ്ടത് അതാണ്, ഈസ് എ മാൻ ഓഫ് ഗാഡ്. ഇയാൾ ഭയങ്കര രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണെന്നല്ല നമ്മളെക്കുറിച്ച് പറയേണ്ടത്. ഇയാൾ നല്ല ധനികനായ മനുഷ്യനാണെന്നല്ല പറയേണ്ടത്. അതുപോലെ നമ്മളെ കണ്ടുകൊണ്ട് ആളുകൾ പറയരുത് യേശു അങ്ങനെ ജീവിച്ച, പക്ഷേ നീ ഇങ്ങനെ ആണല്ലോ എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മുടെ ജന്മം പാഴാ. അതുണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കണം, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. അവൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ പേരെൻ്റെ മേൽ കിടപ്പുണ്ട്. അവൻ്റെ അധികാരം എൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ സ്വഭാവം എൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ജീവൻ എന്നിൽ തുടിക്കുന്നുണ്ട്. അത് പകർന്നു കൊടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അവൻ്റെ വിശുദ്ധി എൻ്റെ മേലുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ, വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ, വിശുദ്ധയായ ഒരു ദൈവിക വനിത എന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവെ, വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുവാൻ എന്നെ പഠിപ്പിക്കണമേ. നിൻ്റെ നാമം എൻ്റെ മേൽ വീഴണമേ. എത്ര പേര് കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ നിന്ന് പറയാം, കർത്താവെ, ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ എന്നെ സഹായിക്കണേ കർത്താവെ. ഒരു ദൈവപുരുഷൻ എന്ന് കേൾക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവെ. അതുകൊണ്ട് ജനങ്ങൾ എന്നെ നോക്കുമ്പോൾ എൻ്റെ മേൽ കിടക്കുന്ന, എൻ്റെ മേൽ വീണിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പേര്, യേശുവിൻ്റെ പേര്, ദൈവപുരുഷൻ, ദൈവത്തിൻ്റെ വനിത എന്ന് പറയാൻ തക്കവണ്ണമുള്ള ആ ഒരു അനുഭവം എനിക്ക് തരണേ കർത്താവേ. കർത്താവെ, ശുശ്രൂഷകൾക്കപ്പുറത്ത്, കർത്താവെ, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകൾക്കപ്പുറത്ത്, പണത്തിനപ്പുറത്ത്, പദവികൾക്കപ്പുറത്ത്, എല്ലാത്തിനും അപ്പുറത്ത് ജീവിത വിശുദ്ധിയെ കാണുവാൻ തക്കവണ്ണം നീ എന്നെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.